पुण्य सवेरा से आए अपने आप को जानो राजयोग के द्वारा अपना परम पिता पहचानो इसी राजपथ पर चलकर पालो अपना बसेरा तुम हो आत्मा तन से न्यारे परमात्मा को प्यारे दिव्य गुणों को धारण करके योगी बनो दुलारे ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा अंतर मन में ज्योति जगा लो होगा दूर अंधेरा ओम शांति शांति ओम शांति ഈ മൈക്ക് വയ്ക്കാം ശബ്ദങ്ങളിലായിരുന്നു ഈ മൈക്കൊന്നും ആണോ ഇന്നലെ ഇതിനകത്ത് ഇരിക്കുകയില്ല ശബ്ദേ ഇന്നലെ ഇല്ലായിരുന്നു ഇന്നലെ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞപ്പോ ആർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ ശബ്ദമില്ലായിരുന്നു കോളർ മൈക്കിൽ കിട്ടുന്നില്ല അത് സിസ്റ്ററുടെ ഫോണായിരുന്നു ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി കുഴപ്പമില്ല അതിൽ വെച്ച മേലെ അത് ഓഫായി അതിന്റെ ബട്ടൺ ഇവിടെ വെച്ചാൽ മതി അതിന് ഓണാക്കിയാൽ മതി അവിടെ ഓണാക്കിയാൽ മതി ഓം ശാന്തി രാജേഷ് ഭായി ശബ്ദം കേൾക്കുന്നുണ്ടോ ഇന്നലെ ശബ്ദമില്ലായിരുന്നു എന്ന് പറഞ്ഞു അതിലൊന്ന് നോക്കി പോയി കേൾക്കുന്നുണ്ടോ ഓം ശാന്തി ബാബ് ദാദ മധുബൻ പ്രഭാത മുരളി 6/4/22 मीठे बच्चे ज्ञान की गुह्य बातों को सिद्ध करने के लिए विशाल बुद्धिबन बहुत युक्ति से समझाना है कहा जाता है सांप भी मरे लाठी भी न टूटे क्लियर ആണ് ശബ്ദം സൗണ്ട് ഉണ്ടല്ലോ ശബ്ദം കുറവാണ് ഇന്ന് ബാബൻ നമ്മളെ പഠിപ്പിക്കുകയാണ് മധുരമായ കുട്ടികളെ ജ്ഞാനത്തിന്റെ ഗുഹ്യമായ കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി വിശാല ബുദ്ധിയായി മാറി വളരെ യുക്തിയോടുകൂടി മനസ്സിലാക്കി കൊടുക്കുക. ഇന്നലെ ബാബ ചില ഗുഹ്യമായ കാര്യങ്ങൾ പറഞ്ഞു. ബ്രഹ്മം നോളജ് ഫുൾ അല്ല, നോളജ് ഫുള്ള് പരമാത്മാവാണ്, ബ്രഹ്മം ദൈവമല്ല. എപ്പോഴും ബാബ പറയുന്ന ഒരു പോയിന്റ് ആണ് ശ്രീകൃഷ്ണനല്ല ഗീതാ ജ്ഞാന ദാതാവ്. പക്ഷെ ബാബ പറയണ അത് നേരെ പറഞ്ഞാൽ ആൾക്കാര് പ്രശ്നം ഉണ്ടാകും.
കാര്യം അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ ഉടച്ചു കളയാണ്. ശ്രീകൃഷ്ണൻ ദ്വാപരത്തിലല്ല വന്നത്, ശ്രീകൃഷ്ണൻ ഗീതാജ്ഞാനം നൽകിയിട്ടില്ല, ശ്രീകൃഷ്ണൻ സ്വദർശന ചക്രധാരിയല്ല എന്നെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും. അപ്പൊ നമ്മൾ അവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിശാല ബുദ്ധികളായിട്ട് മാറി. സൗണ്ട് കിട്ടുന്നില്ലേ? കണക്ഷൻ ശരിയാവുന്നില്ലേ? മൈക്കിന്റെ കണക്ഷൻ ഇപ്പൊ ഇത് ശബ്ദം കിട്ടുന്നുണ്ടോ ബൈ? കുറവാണ് അല്ലേ? കുറവാണ്. ക്ലിയർ ആണല്ലോ? അത് മതി. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തെളിയിക്കണമെങ്കിൽ കുറച്ച് ക്ഷമ ആവശ്യമാണ്. ആദ്യമേ കയറി അങ്ങനെ പറയരുത്, പക്ഷെ യുക്തിയോടുകൂടി അല്ലെ. ഇപ്പൊ ശ്രീകൃഷ്ണൻ ഈ അമ്മയുടെ ഗർഭത്തിൽ പിറന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠ പുരുഷൻ ശ്രീകൃഷ്ണനാണ്. എന്നാൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അമ്മയുടെയും കൂടി ഗർഭത്തിൽ പിറക്കാത്തവനാണ്. അത് ഭാരതത്തിൽ അത് അംഗീകരിക്കുന്നുണ്ട്. അത് ശിവനാണ്, അല്ലാഹു യഹോവ അല്ലെ. അപ്പൊ അത് ഗീതയിലൊക്കെ അങ്ങനെ കുറച്ചതുണ്ട്, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ. അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ പഠിച്ച് ആളുകളോട് അത് പറഞ്ഞിട്ട് പറയുന്നത് ശ്രീകൃഷ്ണൻ അമ്മയുടെ ഗർഭത്തിൽ പിറന്ന ശ്രീകൃഷ്ണനാണ്, ആ ശ്രീകൃഷ്ണനാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വിഷയം ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ നേരെ നമ്മൾ ശാട്ടി പിടിച്ച് അങ്ങ് പറഞ്ഞേക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് കുറച്ച് വിശാല ബുദ്ധിയായിട്ട് യുക്തിയോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. ഒരു പറയാറുണ്ട്, പാമ്പ് ചാവണം വടി ഒടിയരുത്. അതായത് നമ്മുടെ കാര്യം നടക്കണം, പക്ഷെ നമ്മൾ തല്ലി മേടിക്കും. ചോദ്യം ഇതാണ്, ഹാഹാകാർക്കെ സമയ പാസ് പോനെ കേൾക്കെ കൊൻസ മുഖ്യ ഗുൺ ജരൂർ ചായ. ഈ ഭൂമിയിൽ ഒരു കൂട്ടക്കരച്ചിൽ വരുന്ന സമയത്ത് പാസ്സാകണമെങ്കിൽ പ്രധാനമായും ഏത് ഗുണം ആവശ്യം? നമുക്കറിയാം, ലോകം ഒരു കൂട്ടക്കരച്ചിലേക്ക് പോകും. ലോകം കണ്ട ഏറ്റവും വലിയ കരച്ചിലാണ് അവസാനം വരാൻ. അതിനുശേഷം ചിരിക്കാൻ. ഏറ്റവും വലിയൊരു കരച്ചിലിന് ശേഷം കരച്ചാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരയിപ്പിച്ചിട്ടുണ്ട് ദ്വാപരം മുതൽ. അപ്പൊ അതിനെ കണക്ക് എല്ലാവരും തീർക്കുന്നത് കൊണ്ട് എല്ലാവരും കരയും, കൂട്ടക്കരച്ചിലുണ്ടാവും. ശ്രീലങ്കയിൽ ഇപ്പൊ എന്താണ്, ലോകത്തെ ഏതാണ്ട് എല്ലായിടത്തും അങ്ങനെ ആയിക്കഴിഞ്ഞു അല്ലെ. അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ. ബാബ പറയാറുണ്ട്, കൊട്ടയ്ക്ക് പൈസ കൊണ്ടുപോയാല് നിങ്ങൾക്ക് കൈക്ക് സാധനം കൊണ്ടുവരാൻ പറ്റില്ല, സാധനം കിട്ടുകയും ഇല്ല. ഇപ്പൊ 13 മണിക്കൂറൊക്കെയാണ് അവിടെ പവർ കട്ട് വന്നത്. അതായത് കറണ്ട് ഇല്ല 13 മണിക്കൂർ, ഡീസലില്ല, അരിക്ക് 500 രൂപ കിലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ആൾക്കാർ പ്രശ്നം ഉണ്ടാകും അല്ലെ. ആഹാരം ഇല്ലെങ്കിൽ ആൾക്കാർക്ക് വലിയ വിഷമം ഉണ്ടാകും. അപ്പൊ കലാപം വ്യാപിക്കും. അപ്പൊ ആ സമയത്ത് ബാബ പറയാണ്, ലോകം മുഴുവൻ ഇത് വ്യാപിക്കും. ഉക്രൈനിലൊക്കെ റഷ്യയിലൊക്കെ എന്താണ് അടിച്ച് തകർക്കുക. ഇതൊക്കെ ലോകത്ത് വ്യാപിക്കുമ്പോൾ അവിടെ നമ്മൾ പാസ്സാകണമെങ്കിൽ പ്രധാനമായിട്ടും എന്ത് ഗുണം വേണം? ഉത്തരം ധൈര്യത. പറഞ്ഞു ധൈര്യം വേണം. ലഡായിക്ക് സമയഹി തുമാരി പ്രത്യക്ഷത. ആ മഹാവിനാശ വലയില യുദ്ധത്തിന്റെ സമയത്താണ് നമ്മുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ജോ മജബൂത്ത് ഹോങ്കെ വഹി പാസ് ഹോ സകേങ്കെ, ഘബരാനെ വാലെ നാപാസ് ഹോ ജാതെ. ആരാണോ ശക്തിയുള്ളവരെ അവര് പാസ്സാകും, പരിഭ്രമിക്കുന്നവര് ഭയപ്പെടുന്നവരെ തോറ്റുപോകും. അന്തമേൻ തും ബച്ചോം കാ പ്രഭാവ് നികലേഗ തബ് കഹേങ്കെ അഹോ പ്രഭു തേരി ലീല. അവസാനം നമ്മുടെ പ്രത്യക്ഷത അല്ലെങ്കിൽ പ്രഭാവം ഉണ്ടാകും. അപ്പോഴാണ് ആ പാട്ട് പാടുന്നത്, പ്രഭു നിന്റെ ലീല. ഇതിനിടയിൽ പ്രഭു വന്ന് സാധാരണക്കാരെ പഠിപ്പിച്ച് മാറ്റി ഉയർത്തി എടുത്തിരുന്നു. ആ സാധാരണക്കാർ, ഒട്ടും പ്രതീക്ഷയില്ലാത്ത സാധാരണക്കാരാണ് ഈ വിനാശ സമയത്ത് ശാന്തിയും സമാധാനവും ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കണമെങ്കിൽ ബാബ പറയാണ്, ഈ ജ്ഞാനം യോഗം എല്ലാം കൂടി ഉറച്ച് നമ്മൾ നിർഭയമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കണം, അല്ലെങ്കിൽ നമ്മളും തോറ്റുപോകും. സബ് ജാനേങ്കെ ഗുപ്തവേഷമേ പ്രഭു ആയ. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കും, ഗുപ്തവേഷത്തില് പ്രഭു എത്തിയിരുന്നു. ആ പ്രഭു, നമ്മളിവിടെ വലിയ വലിയ വിപ്രന്മാര് വലിയ വലിയ പാണ്ഡിത്യം കാണിച്ച് അല്ലെ, വലിയ വലിയ യജ്ഞങ്ങളൊക്കെ നടത്തി, അത് ചെയ്ത് ഇത് ചെയ്തു, യുദ്ധവും എല്ലാ രാജ്യ നേതാക്കന്മാരും അഭിനേതാക്കന്മാരൊക്കെ വലിയ വലിയ ആളാണ്. പക്ഷെ സാധാരണക്കാരും ദൈവം ഗുപ്തമായി വന്ന് പഠിപ്പിച്ചിരുന്നു എന്ന് അപ്പോൾ മനസ്സിലാക്കും. അടുത്ത ചോദ്യം, സബ്സെ ബഡാ സൗഭാഗ്യ കോൻസാ. ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഉത്തരം, സ്വർഗമേം ആനാബി സബ്സെ ബഡാ സൗഭാഗ്യം. സ്വർഗത്തിൽ വരുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. സ്വർഗത്തെ സുഖത്വം ബച്ചേഹി ദേഹത്തെ. സ്വർഗത്തിന്റെ സുഖം കുട്ടികളെ കാണും. വഹം ആദി മധ്യ അന്ത്യ ദുഃഖ നഹീ ഹോത്താ. അവിടെ ആദി മധ്യ അന്ത്യം ദുഃഖം ഉണ്ടാവില്ല. ഏത് ബാത്യം മനുഷ്യം കി ബുദ്ധിമേ മുഷ്കിൽ ഹി ബഡ്തി. എന്നാൽ ഈ കാര്യങ്ങള് മനുഷ്യരുടെ ബുദ്ധിയില് വളരെ ബുദ്ധിമുട്ടിയാൽ ഇരിക്കുള്ളൂ. അതായത് അങ്ങനെയൊന്നും മനുഷ്യരുടെ ബുദ്ധിയിൽ അറിയില്ല. ആളുകൾ ദുഃഖം കണ്ട് വരും പറയാണ്, അങ്ങനെ ഒരു കാലം ഒന്നും ഉണ്ടാവും. എവിടെയായാലും ദുഃഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും, കുറച്ച് ഏറ്റക്കുറച്ചിട്ടുണ്ടാവും മാത്രം. പക്ഷെ ബാബ പറയാണ്, ഒരു അരക്കൽപ്പം 2500 വർഷം ഈ ഭൂമിയിൽ ബാബ പറയുന്നു, ഒരു കുട്ടി കരയില്ല, ഒരാൾക്ക് രോഗം ഉണ്ടാവില്ല, ഒരു കുട്ടി അച്ഛനില്ലാണ്ടാവില്ല, അപകടങ്ങൾ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കോടതിയും പോലീസും
രോഗങ്ങളും ഒന്നും ഉണ്ടാകും. ബാബർ അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് ഭാഗ്യം എന്ന് ബാബ ഒരിക്കലും പറയാറ്. മുക്തി നല്ലത് തന്നെയാണ്, പക്ഷെ അവരുടെ മുക്തിയിൽ എന്താ സുഖമുള്ളതൊന്നുമില്ല. ഇഹലോകത്താണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്. ഗീതം നൈ ഉമർക്കി കലിതം, പുതിയ ലോകത്തിന്റെ പൂമുട്ടുകൾ. ഓം ശാന്തി. ഭഗവാൻ ഉവാജ്, ദൈവം സംസാരിക്കുകയാണ്. ആകെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാജ് കഹത്തെ. നേരത്തെ നമ്മളെല്ലാം പറഞ്ഞിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാജ എന്നാണ്. അബ് തും ബച്ചും കോ നിശ്ചയ ഹുവാ ഹെ, ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാജ നഹി ഹെ. ഇപ്പോൾ നമുക്ക് ഈ മുരളി കേട്ട് ഒരു കാര്യം നിശ്ചയം വന്നു, ശ്രീകൃഷ്ണൻ അല്ല അന്ന് സംസാരിച്ചത് ശിവൻ തന്നെയാണ്. ശ്രീകൃഷ്ണ തോ ത്രികാലദർശി അർത്ഥാത് സ്വദർശന ചക്രധാരി നഹി ഹെ. ശ്രീകൃഷ്ണയിൽ സ്വദർശന ചക്രമുണ്ട്, പക്ഷെ ബാബ പറയാണ് നമുക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ശ്രീകൃഷ്ണൻ അല്ല സ്വദർശന ചക്രം. പറയാൻ പറ്റൂല എല്ലാ ശ്രീകൃഷ്ണ ആരാണ് സ്വദർശന ചക്രധാരി? പറ, ആരാ സുദർശന ചക്രധാരി? ആരാ? ശ്രീകൃഷ്ണൻ ചക്രധാരി ആണോ? ആണോ ശ്രീകൃഷ്ണൻ? ബാബ അല്ലാന്ന് പറഞ്ഞു. ബാബ എന്നാ പറയും, ശ്രീകൃഷ്ണൻ സ്വദർശന ചക്രധാരി അല്ലാന്ന് ബാബ പറയും. ഇന്ന് ആളുകളോട് പറയണം. എന്നിട്ട് ബാബ പറയുന്നുണ്ട്, ആൾക്കാരെ തല്ലി മേടിക്കും. ശ്രീകൃഷ്ണൻ സ്വദർശന ചക്രധാരി ആണോ? അപ്പൊ ബാബ പറയണ ശ്രീകൃഷ്ണൻ ത്രികാലദർശിയുമല്ല ചക്രധാരിയും. അപ്പൊ യഹ് അഗർ ഭക്തലോക സുനേന്തോ ബിഗഡെങ്കിൽ, ഇതെല്ലാം ഭക്തർ കേട്ടല്ല അവരെ ഉടക്കാൻ വരും. കഹേങ്കി തും ഇനോംകി ശ്രദ്ധാത്വം കം കർത്തേഹോ. ആളുകൾ അപ്പൊ പറയും, നിങ്ങൾ എന്തിനാണ് ആളുകളുടെ ഭക്തിയും ശ്രദ്ധയൊക്കെ കുറയ്ക്കുന്നത്? ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചു. ജബ്കി ഇൻകാ നിശ്ചയ കൃഷ്ണമേഹേ വഹ് സുദർശൻ ചക്രധാരി ഹേ, സുദർശൻ ചക്ര ഹമേശ വിഷ്ണുക്കോ യാ കൃഷ്ണക്കോ ഹി ദേത്തെ ഹേ. ആളുകളുടെ വിശ്വാസം എന്താണ്? ശ്രീകൃഷ്ണൻ സ്വദർശന ചക്രധാരിയാണ്, എപ്പോഴും കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കയ്യിൽ ചക്രം കാണിക്കാറുണ്ട്. दुनिया को तो यह मालूम ही नहीं कि श्री कृष्ण और विष्णु का क्या संबंध है, न जानने के कारण सिर्फ विष्णु को और कृष्ण को सुदर्शन चक्रधारी का देते. എന്നാൽ കൃഷ്ണനും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും ലോകത്തിന് അറിയില്ല. ബാബ പറയാണ്, ഇത് അറിയാത്തത് കാരണം അവര് വിഷ്ണുവിനെയും കൃഷ്ണനെയൊക്കെ സുദർശന ചക്രധാരിയായിട്ട് കാണിച്ചിരിക്കുക. സുദർശൻ ചക്രക്ക് അർദ്ധക്കാബി കിസ്കോ പദാനഹിയെ. സുദർശന ചക്രത്തിന്റെ അർത്ഥം പോലും അവർക്കറിയില്ല. സുദർശനം സുദർശനം കൂടിയാണ് അല്ല ഏറ്റവും നല്ല ദർശനം. നമുക്ക് ഈ സമയത്താണ് ചക്രത്തിന്റെ പൂർണ്ണമായി. ധൈര്യ സിസ്റ്റർ കേട്ടോ, ഇവിടുത്തെ സീനിയർ സിസ്റ്ററാണ്. ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയണത്? മുരളി ചിലപ്പോൾ മൈക്കിൽ കൂടെ കേൾക്കാം, മുട്ടി കൂടെ കേൾക്കാം. അവര് മുടി ചോദിക്കും, ഇവിടെ വന്നു അല്ലെ? അപ്പൊ ആൻസർ പറയണം. അപ്പൊ ബാബ പറയാണ്, ശ്രീകൃഷ്ണൻ കൊച്ചുകുട്ടി സത്യവത്തിൽ. അപ്പൊ സത്യവത്തിൽ എന്ത് ചക്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും? ചക്രം കറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ശ്രീകൃഷ്ണന്റെ ആത്മാവ് ചക്രം കറങ്ങി 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 കലിയുഗത്തിന്റെ അവസാനം എത്തും ബ്രഹ്മാവ്. അപ്പൊ നമ്മൾ ദേവതകൾ ബ്രാഹ്മണരാകുമ്പോൾ ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയാണ് നിങ്ങൾ ആത്മാവ് ചക്രത്തിൽ കറങ്ങി. അപ്പൊ ബാബ പറയുന്നു, ഈ അറിവിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആസുരീയ ഭാവങ്ങളെ ജയിച്ചു. അതാണ് സുദർശന ചക്രം കറക്കി അസുരന്മാരെ കൊന്നു. അതല്ലാണ്ട് കൃഷ്ണനും വിഷ്ണുവും അസുരന്മാരെ കൊന്നിട്ടില്ല. അവരുടെ കയ്യിൽ ചക്രമില്ല. ഈ ചക്രം വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനത്തിന്റെ ഒരു ചക്രമാണ്. അത് ചക്രത്തിന്റെ അവസാനം ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ കൃഷ്ണന് ഈ ജ്ഞാനമില്ല, ആദിമധ്യാന്തത്തിന്റെ അറിവില്ല. ബാബ പറയാണ്, ആളുകൾ പറയുന്നത് എന്താ? ഇത് കൊല്ലാൻ വേണ്ടി കൊടുത്തതാണ്. ഉസേ ഏക് ഹിംസക് ഹത്യാർ ബനാദിയ. അവരതിനൊരു ഹിംസ ആയുധമാക്കി കാണിച്ചു. വാസ്തവമേ ഉൻകെ പാസ് ന ഹിംസക് ചക്ര ഹേ ന അഹിംസ. യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ അടുത്ത് ഹിംസാ ചക്രവുമില്ല. നമ്മൾ പറയുന്നത് അഹിംസയുടെ ചക്രം. അവർ ആ ചക്രവും കൃഷ്ണന്റെ അടുത്തില്ല. കാരണം കൃഷ്ണനെ കുറിച്ചുള്ള അറിവില്ല. ജ്ഞാനബി രാധേ കൃഷ്ണ യാ വിഷ്ണു കെ പാസ് നഹി ഹേ. ജ്ഞാനവും ബാബ പറയണു രാധയുടെയോ കൃഷ്ണന്റെയോ അല്ലെങ്കിൽ അവരുടെ മുതിർന്ന ലക്ഷ്മി നാരായണന്റെയോ കയ്യിലില്ല. കോൺസാ ഞാൻ? ഏത് ജ്ഞാനം? ഏത് സൃഷ്ടി ചക്രക്കെ പുറന്നേക്കാൻ. ഈ കാലചക്രം തിരിയുന്ന അറിവ് ബാബറിന് ചക്രം പൂർത്തിയാകുമ്പോഴേ നൽകാൻ പറ്റും. ബഹുസിർഫ് തുമാരേമേഹേ, അത് കേവലം നമ്മളിലേ ഉള്ളൂ. അപ്പൊ യഹത്തോ ബഡി ഗുഹ്യപാത. ഇതെല്ലാം ബാബ പറയണ വലിയ ഗുഹ്യമായ കാര്യങ്ങളാണ്. യഹ് സബ ബാത്തേം യുക്തി സേ സമझाई जाए, जो समझ भी जाए പ്രീതി. ബാബ പറയോടുകൂടി പറഞ്ഞു കൊടുക്കും അല്ലെ. ഇപ്പൊ ഇന്നലെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു പ്രഭാഷണം. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ഗീതയൊക്കെ കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൾക്കാർക്ക് ഇവർ ഈ പറയുന്നതിൽ ഒരു ആധികാരികത ഉണ്ടെന്ന് തോന്നും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തന്നെ ആൾക്കാർ പറയും അത് ഇവരുടെ ഞാനാണ് പറയുന്നത്. പക്ഷെ അത് ഗീതയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാർ മനസ്സിലായില്ലെങ്കിൽ അവർക്ക് സമ്മതിക്കാതിരിക്കാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ബാബ പറയണ കുട്ടികൾ ഇത്തിരി യുക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് അംഗീകരിക്കുകയും ചെയ്യും. നമ്മളോട് വിരോധമൊന്നും ഉണ്ടാവില്ല. സീതാ സമझाने ബിഗുലോ. നേരെ പോയി കൃഷ്ണ ദൈവമല്ല, കൃഷ്ണൻ സുദർശന ചക്ര മഹാവിഷ്ണു ദൈവമല്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് പ്രശ്നം ഉണ്ടാക്കും.
कहेंगे कि आप देवताओं की निंदा करते हैं क्योंकि वह सब है एक समान सिवाय तुम ब्രാഹ്മണം. അപ്പൊ അവര് പറയും നിങ്ങൾ ദേവതകളെ നിന്ദിക്കുന്നവർ. പറഞ്ഞു അവരെല്ലാം ഒരുപോലെയാണ്, നമ്മൾ ഒഴികെ ബാക്കി എല്ലാവരും ഏതാണ്ട് ഒരു പക്ഷത്ത്. തും കിത്തനി ഛോട്ടി ഛോട്ടി ബച്ചിയാം. ഇനി ബാബയുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊച്ചു കൊച്ചു പെൺകുട്ടികളാണ്. ബാബ तो कहते हैं छोटी छोटी बच्चियों को ऐसा होशियार करना चाहिए जो प्रदर्शनी में समझाने के लायक. ബാബ പറയുന്നത് ഈ കൊച്ചു കൊച്ചു പെൺകുട്ടികൾ പ്രദർശനിയിൽ നല്ല തന്റെ അടുത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ നല്ല സാമർഥ്യമുള്ളവരാക്കി മാറ്റി. അപ്പൊ സാമർഥ്യം ഉണ്ടാക്കും. ഇത് സാമർഥ്യം എന്താ? ഈ ഞാനും പറഞ്ഞു കൊടുക്കാനുള്ള സാമർഥ്യം വേണ്ട. അത് നമ്മൾ ഭാഗമില്ല. അത് പ്രദർശനി ചിത്രത്തിന് മുമ്പിലിരുന്ന് പറഞ്ഞ് പഠിച്ചും പിന്നെ പുറത്തു പോയി പഠിക്കണം. ആദ്യമൊക്കെ പറയുമ്പോൾ ഒരു പേടിയുണ്ടാവും, ആൾക്കാരെ എതിർക്കുമെന്നൊക്കെ വിചാരിച്ചൊരു പേടിയുണ്ടാവും. പിന്നെ എതിർപ്പുകൾ വന്ന് അതൊക്കെ അതിജീവിച്ച് വരുമ്പോൾ നമ്മൾ ഘോഷിക്കാറ്. ആരും ഒരു ദിവസം കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് ഒന്നും നേടാറില്ല അല്ലേ? അതിനെ കുറച്ച് ഇടിയൊക്കെ കൊള്ളണം. അപ്പൊ അതേപോലെ ജ്ഞാനം മാർഗം. അപ്പൊ പ്രദർശനം വെക്കട്ടെ, നഗരജ റെഡിയാണ്. ഇനി ചാൻസ് ഇല്ല. ഇനിയും പ്രദർശനിക്ക് ഭാവം ഓരോ ഓപ്പണും കൂടി തന്നിട്ടുണ്ട്. ഈ കൊറോണ വന്ന സമയത്ത് എത്ര പേരെ വന്ന് വിളിച്ചിട്ടുണ്ട്. ബൈ നമുക്കൊരു പാഠശാല തുറന്നു, വീടിങ്ങ് പിടിച്ചു, നമുക്ക് അവിടെ വയ്ക്കണം ഇവിടെ വയ്ക്കണം. അപ്പൊ ആ സമയത്തൊക്കെ വിളിച്ചപ്പോ അപ്പൊ ആൾക്കൊക്കെ മനസ്സിലായി സത്യത്തിൽ ഇനി അവസരങ്ങൾ കിട്ടത്തില്ല. ആ സമയത്ത് എന്ത് ചെയ്യാൻ? അപ്പൊ വീണ്ടും ബാബ ഒരു ചാൻസ് കൂടി തന്നിരിക്കാം, ഒരു ചെറിയ ചാൻസ് കൂടി തന്നിരിക്കാം അല്ലെ? അപ്പൊ ആ ചാൻസ് നമ്മൾ എന്ത് ചെയ്യണം? മേക്കപ്പ് ചെയ്യണം. ഇതുവരെയുള്ള കുറവൊക്കെ അങ്ങ് പരിഹരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഖൂബ് സേവ അങ്ങ് ചെയ്യും. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ യോഗ്യരായി മാറണം പ്രദർശനി പറയാൻ. ജിസ്മേ ജ്ഞാൻ ഹെ വഹ ആപേ ഹി ഓഫർ കർത്തേ ഹി ഹം പ്രദർശനി സമച്ഛാ സക്തേ ഹി. ജ്ഞാനമുള്ളവര് താനേ പറയും ബാബ ഞാൻ ഈ പ്രദർശനി പറഞ്ഞു കൊടുക്കാൻ റെഡിയാണ്. ബ്രാഹ്മണിയും കി ബഡി വിശാൽ ബുദ്ധിച്ചാൽ. ബ്രാഹ്മണിമാർക്ക് വിശാല ബുദ്ധി. വിശാല ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ ആവശ്യകതയുണ്ടോ അവിടെ നമ്മൾ പോകും. ആവശ്യകതയുള്ളിടത്ത് നമ്മൾ പോകും അല്ലെ? സേവനത്തിന് എവിടെ പോയാലും നമുക്കതൊരു ഭാഗ്യമാണ്. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചോളണം. ഞാൻ ഈ അതിര് വിട്ടു പോകില്ല എന്നൊന്നും പറഞ്ഞു. പ്രദർശനി അത് പക്ഷെ അതിന് വിധിയുണ്ട്. ഇപ്പൊ ഞാൻ ബാബ പറഞ്ഞിരുന്ന പറഞ്ഞ വിധിയുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയപ്പോ നമ്മുടെ യജ്ഞത്തിൽ നിന്ന് ധാരാളം പേര് പുറത്തു പോകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ അവരോട് കണക്ഷൻ വയ്ക്കാറുണ്ട്. കണക്ഷൻ വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് പോയൊരു കൂട്ടി മാറി. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഞാൻ സംസാരിക്കും, ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞാൻ ബന്ധപ്പെട്ടില്ല. കാരണം ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് എന്ത് കാരണമായിക്കോട്ടെ സിസ്റ്റർ അതിൽ പുറത്താണ്. അപ്പൊ എനിക്കൊരു പ്രസ്ഥാനം എന്ന നിലയിൽ എനിക്ക് സിസ്റ്ററായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വ്യക്തി എന്റെ സിസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്നേഹപ്പെട്ടു. അതില് ബുദ്ധിമുട്ടും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രഭാഷണത്തിന്റെ സമയത്ത് ഇങ്ങനെ വേറൊരു സിസ്റ്ററോട് വന്നിരിക്കും. ഞാൻ ആ ബായോട് പറഞ്ഞു, ബായ ചെയ്ത് ശരിയായി, അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയണമായിരുന്നു. ബായിക്ക് അറിയില്ല എന്ന് പറയരുത്, ബായിക്ക് അറിയാം. പക്ഷെ ബായി അത് മനഃപൂർവ്വം ഇത് ചെയ്യണം. അപ്പൊ ബായിയോട് ചോദിക്കാം, ഉൾക്കൊള്ളാനുള്ള ശക്തി വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശക്തിയുടെ ഇതൊന്നുമില്ല, നമുക്ക് നമ്മുടെ സിസ്റ്റർ തന്നെയാണ്. പക്ഷെ അപ്പൊ ഇന്നലെ എനിക്ക് വേറെ ചോദ്യം വന്നു മോളിന്ന്. ഈ ഫോട്ടോ അയച്ചു കൊടുത്തു, ഞാനും ആ സിസ്റ്റർ ഇരിക്കുന്ന ഫോട്ടോ. അപ്പൊ എനിക്ക് ചോദ്യം വന്നു മോളിൽ, ബായി എന്താണ് ഈ കാണിച്ചത്? പിന്നെ ഞാൻ ഒരു വിശദീകരണം കൊടുത്തു. കാരണം ഭയമൊന്നുമില്ല. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് ബാബയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യാം, യജ്ഞം എന്നുള്ളൊരു ഭാവനയോട് കൂടി ചെയ്യാം. അതല്ലാണ്ട് വ്യക്തിപരമായ ഒരു താല്പര്യവും വയ്ക്കാറില്ല. അമ്പലപ്പുഴ എന്റെ ഗീതാപാഠശാല, ബാബയുടെ ഗീതാപാഠശാല. അപ്പൊ അവിടെ അവിടെ ഒരു പരിപാടി നടത്താണെങ്കിൽ ഞാൻ അറിയിക്കേണ്ടവരെ കാര്യം വരികയോ വരാതിരിക്കുക, അത് അവരവരുടെ ഇഷ്ടമാണ്. അത് എന്റെ ആണെങ്കിൽ ഞാൻ പറയും, ഞാൻ ഇന്നവരെ വിളിക്കില്ല, ഇന്നവരെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കില്ല, ഇന്നവരെ കൊണ്ട് പറയും വിവരമില്ലായ്മ എന്റെ യജ്ഞത്തെ കാണിക്കും. ഇത് നിന്റെ ഇത് തെറ്റാണോ, അല്ലെങ്കിൽ നിന്റെ ലൗകിക പിതാവ് ഉണ്ടാക്കി തന്ന സെന്റർ, ഇത് ദിശാശിഷ്ട സെന്റർ. അപ്പൊ നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ അത് ബാബ പറഞ്ഞ അതിന് ഞാൻ വിധി തന്നിട്ട് ആ വിധി ലംഘിക്കുന്നവരോട് എങ്ങനെ ഇടപെടണമെന്നും ബാബ പഠിപ്പിച്ചു. പക്ഷെ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യമൊന്നുമില്ല, അത് എന്റെ യജ്ഞം. അതുകൊണ്ടാണ് ലോയും ലവും വേണ്ടത്. ദാദിമാർക്കാണെങ്കിൽ എല്ലാം ലവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. യജ്ഞം പൊളിഞ്ഞ് നാശമായി. കാരണം വിവിധ സ്വഭാവ സംസ്കാരമാണ്. അപ്പൊ അതുകൊണ്ടാണ് നിയമങ്ങൾ നമുക്ക് ലീഗൽ ഡിപ്പാർട്ട്മെന്റ് വരെ. കാരണം ശരി നമ്മുടെ സ്ഥലം എടുത്തുകൊണ്ടുപോയി, അത് എടുത്തുകൊണ്ടോട്ടെ, ബാബയുടെ അല്ലേ, അവർ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് പോകുമ്പോൾ അങ്ങനെ. അപ്പൊ അതിൻ്റെതായ ചില വിധികളുണ്ട്. ആ വിധികൾ ലംഘിക്കുമ്പോൾ നമ്മള് ചെറുതായിട്ടൊന്നും ഉൾക്കൊള്ളാനും പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പൊ യജ്ഞത്തിന്റെ പോളിസി എന്താ, പോണ വഴിക്ക് പോകണം. അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ബീന സിസ്റ്ററോട് പറയാനും പറയും, 2 പ്രാവശ്യം പറയുന്നത് അത് അവര് ചെയ്യട്ടെ, ഞാനിപ്പോ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ കുറച്ച് വിളച്ചിൽ കാണിക്കും. ആ വിളച്ചിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ബാബ എപ്പോഴും പറയുന്നത്, വിളച്ചിൽ പഠിപ്പിക്കുന്ന എന്റെ അടുത്ത് വിളച്ചിൽ
അപ്പൊ ആ വിളച്ചിൽ താൽക്കാലികമായ വിളച്ചിലാണ്. അതിനാരെങ്കിലും കൈയടിക്കാൻ രണ്ടുപേരെ കിട്ടുകയും ചെയ്യും. അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും. ബാബ അതാ പറയുന്നത്, ഞാൻ ഒരാളെ ഒരു നിമിത്തമാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരാൾ ഇതിനകത്ത് പിടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അവരൊരു മോളില്ലാത്തവരൊന്നും അല്ല. തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അത് എനിക്കും അറിയാം. പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. അതല്ലാണ്ടുള്ള കളികളാണ് മുഴുവൻ ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അവിടെ അത് അങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യും അല്ലെ? അപ്പൊ അവിടെ നമുക്കൊരു എഴുതെടുക്കേണ്ട വരും. നമുക്ക് ഒരു ലവിന്റെയും ലോവിന്റെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധി അനുസരിച്ച് നമുക്ക് ചെയ്തു. ഞാൻ ആ ബായിയോട് പറഞ്ഞു, ബായി നമുക്കൊരു സിസ്റ്റം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം എനിക്ക് ഇപ്പോഴും ഒരു കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മകുമാരിസിന്റെ പ്രതിനിധിയാണ്. അവിടെ ഒരാള് നിൽക്കുമ്പോൾ എന്റെ അടുത്ത് മുകളിൽ ചോദ്യം വരുമ്പോൾ എനിക്കതിനെ ഉത്തരം പറയേണ്ടത്. അങ്ങേർക്ക് മനസ്സിലായി, അങ്ങേരുടെ ചാടാം. അപ്പൊ ബാബ പറയാണ്, വളരെ വിശാല ബുദ്ധികളായിട്ട് നിങ്ങൾ സേവ ചെയ്യണം. പ്രദർശനയും സമझाने के लिए സർവീസിബിൾ ഭജൻ. അപ്പൊ ബാബ പറയണ, ഒരു സ്ഥലത്ത് ഒരു പ്രദർശനി വയ്ക്കുമ്പോൾ അറിവുള്ളവരെ നിങ്ങൾക്ക് അടുത്തരുത്, അവരെ വിളിക്കണം, അവരെ പറഞ്ഞു വിടണം, അവരെ നിങ്ങൾ ബുദ്ധി, നിങ്ങൾ അത് എറണാകുളം ഭാവന നിങ്ങൾ പോകരുത്. ഭവൻ അങ്ങനെയല്ല വേണ്ടത്. എറണാകുളം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, പക്ഷെ അവിടുത്തെ സിസ്റ്ററോട് ഇവിടുത്തെ സിസ്റ്ററോട് പറഞ്ഞിട്ട് വേണം ഞാൻ പോകാം. സിസ്റ്റർ എനിക്ക് ഇത് തരുമ്പോ അവര് ക്ലാസ് എനിക്കൊന്ന് പോകണം എന്ന് ഞാൻ ദിശാ സിസ്റ്ററോട് പറഞ്ഞു. അതല്ല ഞാൻ ബാബു പരിധിയില്ലാത്ത ആളാണ്, ഞാൻ പരിധിയില്ലാത്ത ആളാണ്, എനിക്ക് ഇഷ്ടമുള്ളത് പോകാൻ പറയും. അവന് പോയിക്കും, പക്ഷെ അതിനൊരു വീതിയുണ്ട്, ആ വീതി പോകുകയും ചെയ്യും. സിർഫ് ദേഖനേക്കാൾ ഷൗക്കനായി. ബാബ പറഞ്ഞു, ഈ കാണാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ചിലരെന്ത് പറയും, ആ വട്ടപ്പനയില് നമുക്കൊരു പ്രദർശനമായിട്ട് നമുക്ക് പോകാം, 10 മിനിറ്റ് പറഞ്ഞു കൊടുക്കാം, 2 ദിവസം നമുക്ക് ചുറ്റിക്കറങ്ങാം. അപ്പൊ ബാബ പറയും, അതിന് വേണ്ടിയിട്ടല്ല പോകേണ്ടത്, സേവയ്ക്ക് വേണ്ടി പോകാം. ഇന്നലത്തെ സ്ലോഗൻ എന്തായിരുന്നു? സാധനങ്ങള് സേവനത്തിന്, നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ടല്ല. പകലെ പകലെ ഏക നിശ്ചയ चाहिए कि गीता का भगवान निराकार परमपिता परमात्मा शिव ही श्री कृष्ण को भगवान नहीं कहा जा सकता, इसलिए गीता भी रॉन्ग है. ആദ്യം നിശ്ചയം വരേണ്ടത് ഗീതയുടെ ഭഗവാൻ നിരാകാരനായ പരമപിത പരമാത്മാ ശിവനാണ്, ശ്രീകൃഷ്ണൻ ഭഗവാനല്ല. അപ്പോൾ ഗീത തെറ്റാണ്. ഏക ബിൽക്കുൽ നയി ബാത് ഹോ ഗയി ദുനിയാമേ. ലോകത്തിന് പക്ഷെ ഇതൊരു പുതിയ കാര്യമാണ്. ദുനിയാമേം സബ് കാത്തേക്ക് കൃഷ്ണനെ ഗീത. ലോകത്തിലെ എല്ലാവരും പറയുന്നത് ശ്രീകൃഷ്ണനാണ് ഗീതാജ്ഞാനം നൽകിയത്. ഏകം സമഛായ ജാതാഹി കൃഷ്ണ ഗീതാ ഗാനസം. എന്നാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താണ്? ശ്രീകൃഷ്ണൻ അങ്ങനെ ഗീതാജ്ഞാനം കൊടുത്തിട്ടില്ല. ജോ മീര ജോ മോർ മൃഗധാരി डबल सरताज व सिंगल ताज सूर्यवंशी चंद्रवंशी व वैश्य शूद्रवंशी कोई भी गीता के नॉलेज को नहीं जानते. ബാബ പറയണു, ആ മയിൽപ്പീലി ചൂടിയ ശ്രീകൃഷ്ണനാകട്ടെ, ഡബിൾ സിർത്താജ് ഡബിൾ കിരീടമുള്ള സൂര്യവംശകരാകട്ടെ, ചന്ദ്രവംശകരാകട്ടെ, ഏക കിരീടമുള്ള വൈശ്യവംശമാകട്ടെ, ഒരു കിരീടമില്ലാത്ത ശൂദ്രവംശരാകട്ടെ, ആർക്കും ഗീതാജ്ഞാനം കൊടുക്കാൻ പറ്റും. ഗീതാജ്ഞാനം കിരീടമില്ലാത്ത ആൾക്ക് കൊടുക്കാൻ പറ്റും, ബാബയ്ക്ക് കൊടുക്കാൻ പറ്റും. വഹി നോളജ് ഭഗവാനെ ഹി സുനായി ഭാരത് കോ സ്വർഗ ബനായ था. ആ ജ്ഞാനം നൽകിയത് ഭഗവാനാണ്, അതിലൂടെ ഭാരതത്തെ സ്വർഗമാക്കിയിരുന്നു. തോ ദുനിയാമേ സച്ചാ ഗീതാ കാ ജ്ഞാൻ ആയ കഹം സെ. അപ്പൊ ബാബയ്ക്കാണ് ലോകത്തെ അവിടെ സത്യമായ ഗീതാജ്ഞാനം. ഏക സബ് ഭക്തിക്ക് ലൈൻമേം ആജാദ്. ഇതെല്ലാം ഭക്തിയിൽ വരും. രമേഷ് ഭായി ഒരിക്കൽ മമ്മയെ വിളിച്ചോണ്ട് കുറച്ച് വേദ പണ്ഡിതന്മാരെ എടുത്തു. മമ്മ ജഗദംബ സരസ്വതിയാണ്, പക്ഷെ മമ്മ വേദമൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ രമേഷ് ഭായിക്ക് ഒരു ഇതുണ്ടായിരുന്നു, മമ്മ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യും. അപ്പൊ മമ്മ അത് വളരെ ലോജിക്കായിട്ടാണ് കൈകാര്യം ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. പരിവർത്തനം എവിടെയാണ്? നിങ്ങൾ ദ്വാപരം മുതൽ ഇത് പഠിക്കാൻ തുടങ്ങിയത്, എന്നിട്ട് ലോകത്തിന്റെ അവസ്ഥ. അപ്പൊ ഈ വേദങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ വേദം മറന്നവരായി, അല്ലെങ്കിൽ ലോകമികത. അപ്പൊ ഈ ടൂള് വെച്ച് ഇനി എങ്ങനെ ലോകത്തെ മാറ്റാൻ പറ്റും? ഞാൻ ദ്വാപരം മുതൽ വേദം പഠിച്ച് ഗീത പഠിച്ച് ഞാനിപ്പോ കലിയുഗത്തിലെ എത്തിയിരിക്കുന്നു. വന്ന് എനിക്ക് ഗീത എന്താണെന്ന് അറിയില്ല, വേദം എന്താണെന്ന് അറിയില്ല. 4 വേദത്തിന്റെ പേര് ഹിന്ദുക്കൾക്ക് അറിയും. അപ്പൊ ഇനി ഇത് വെച്ച് അങ്ങനെ ലോകത്തെ മാറ്റി. അപ്പൊ അവര് ഒന്നും മിണ്ടാതിരിക്കും. മമ്മ വേദം വെച്ചൊന്ന് സംസാരിക്കാൻ പറ്റും. മമ്മ അങ്ങനെ വേദം പഠിച്ചിട്ടാണ് ഇതേ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വല്ലതും പറയാം. അപ്പൊ ആ രീതിയിൽ, അപ്പൊ അത് പ്രാക്ടിക്കൽ അപ്രോച്ചായി. ഗിർത്തേഹി ആയേഹി കലായും കംതി ഹോത്തി ഹിതൈ. പറഞ്ഞു, എന്ത് പഠിച്ചാലും ശരി താഴേക്ക് പോകുള്ളൂ, കലകൾ കുറയും. ബൽ കിത്തനി ബി ഘോർ തപസ്യാക്കരെ. എത്ര ഘടോര തപസ് ചെയ്താലും 24 മണിക്കൂർ നമ്മൾ അമ്പലത്തിൽ പോയി നാമം ജപിച്ചാൽ ഗീത പറയാറ് നഹി ഒരു രക്ഷയുണ്ടാവില്ല, മനസ്സ് ശരിയാവില്ല. സിർ കാട്ടുകർ രഹയും കുച്ചുബി ഫായ്ദ നഹരും. അവരുടെ തല കുറിച്ച് കളഞ്ഞാലും ശരി ഒരു പ്രയോജനം. ഇതൊക്കെ ഭയങ്കര ഡെപ്ത് ആയിട്ടുള്ള പോയിന്റ് ആണ്. പറയണമെങ്കിൽ നമുക്ക് നല്ല തന്നിടം വേണ്ടി. ഹരേക്ക് മനുഷ്യമാത്രക്കോ തമോപ്രധാൻ ജരൂർ ബനനാകെ. ഈ ലോകത്തെ സകല മനുഷ്യരും തീർച്ചയായിട്ടും തമോപ്രധാനവും. ആൾക്കാരുടെ ചോദ്യം ഇത്. അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ സമർപ്പണമായിരിക്കുന്ന ഒരു ആലപ്പുഴക്കാരനുണ്ട്. സൈക്കിൾ നല്ലൊരു ബൈക്ക് അറിയാമായിരിക്കും, നല്ലൊരു സൈക്കിൾ കച്ചവടക്കാരനാണ്. അത് വിട്ടിട്ട് പോയി. അപ്പൊ പുള്ളി ഞാനിന്ന് അവിടെ പോയിപ്പോ കണ്ട് സംസാരിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ കോഴിക്കോടായിരുന്നു, നിങ്ങളുടെ ക്ലാസ്സിൽ പോയിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ പോയിപ്പോ വിവേകാനന്ദ സ്വാമിക്ക് ഒന്നും മോശം കിട്ടിയിട്ടില്ല.
ആ ആത്മാവ് നമുക്ക് മുകളിൽ പോയിട്ടുണ്ട്. അതൊന്നും നമുക്ക് അംഗീകരിക്കാം. പുള്ളി ഭയങ്കര ഈശ്വര താല്പര്യമാണ്. അങ്ങനെ പുള്ളി അവിടെ പോയി, അവിടെ പുള്ളി എല്ലാം വിറ്റ് അവിടെ താമസമാക്കി. ആലപ്പുഴക്കാരനാണ്. അപ്പോ ബാബ പറയാണ് എല്ലാവരും ആരായാലും താഴേക്ക്. ഉസ്മേ ബി ഘാസ് ഭാരതവാസി ദേവി ദേവതാ ധർമ്മ വാലേഹി സബ്സെ നീജെ ഗിരെ ഹുയെ. അതിൽ ബാബ പറയാണ് ദേവീ ദേവതാ ധർമ്മത്തിൽപ്പെട്ട ഭാരതവാസികളാണ് ഏറ്റവും അധപതിച്ചത്. പഹലെ സബ്സെ സദോപ്രധാൻ ധേ അപ്പൊ തമോപ്രധാൻ ബൻ ഗേ. ആദ്യം ഏറ്റവും സദോപ്രധാനമായിരുന്നു, ഇപ്പൊ തമോപ്രധാനമായി. ജോ ബിൽക്കുൽ ഉഞ്ച് പാരഡൈസ് കെ മാലിക് ധേ വഹബ് നരക കെ മാലിക് ബൻ. തികച്ചും ഉയർന്ന സ്വർഗത്തിന്റെ അധികാരികളായിരുന്നവരെ നരകത്തിന്റെ അധികാരികളായി മാറി. തും ബച്ചോം കി ബുദ്ധി മേം ഏക രഹനാ ചാഹിയേ കി ശരീർ പുരാനി ജൂത്തി ഹെ ജിസ്സെ ഹം പഠ രഹേ. കുട്ടികളുടെ ബുദ്ധിയിൽ ഈ കാര്യം ഉണ്ടായിരിക്കണം, നമ്മുടെ ഈ ശരീരം പഴയ ചെരുപ്പാണ്, ഇതിലിരുന്ന് നമ്മൾ പഠിക്കാം. ദേവി ദേവതാ ധർമ്മ വാലോം കി സബ്സെ ജാസ്തി പുരാനി ജൂത്തി. ഈ ദേവതാ ധർമ്മത്തിൽപ്പെട്ടവർക്കായിരിക്കും ഏറ്റവും പഴയ ചെരുപ്പ്. ഭാരത് ശിവാലയ ദേവതാവും കാ രാജ്യത്ത ഹീരെ ജവഹാരും കെ മഹൽ. ഈ ഭാരതം ശിവാലയമായിരുന്നു, ഇത് ദേവതകളുടെ രാജ്യമായിരുന്നു. ഇവിടെ പവിഴങ്ങളുടെയും സ്വർണത്തിന്റെയും കൊട്ടാരം ഉണ്ടായിരുന്നു. അബ് വേശ്യാലയമേ അസുർ വികാരിയും കാ രാജ്യം. ഇന്നിത് വേശ്യാലയമാണ്, അസുരന്മാരാണ്, വികാരികളുടെ രാജ്യമാണ്. ഡ്രാമ അനുസാർ ഫിർ ഇൻകോ വേശ്യാലയ സെ ശിവാലയ ബനന ഹി ഹെ. ഡ്രാമ അനുസരിച്ച് ഈ വേശ്യാലയത്തിൽ നിന്നും ഇതിനെ ശിവാലയമാക്കണം. ബാബ സമച്ചാത്തെ ഹി സബ്സി ജാസ്തി ഭാരതവാസി ഹി ഗിരേ. ബാബ മനസ്സിലാക്കി തരികയാണ് ഏറ്റവും അധപതിച്ചത് ഭാരതവാസികളാണ്. അത് പറയുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഭയങ്കര ഭാരതം എന്നുള്ളൊരു ഭയങ്കര അഭിമാനമായിരിക്കും. പ്രത്യേകിച്ച് മോദിയിലേക്ക് ഇതുകൊണ്ട് ഭയങ്കര ഒരു ഉയർച്ച ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയി ഭാരതം ഏറ്റവും താണെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ യുക്തിയോടുകൂടി പറയാം. ആദാ കൽപ്പത്തും ഹി വിഷയവികാരി ദേ. അരക്കൽപ്പം ബാബ പറയാണ് നിങ്ങൾ തന്നെ വിഷയവികാരികളായിരുന്നു. അജാമൽ ജൈസി പാപ ആത്മാബി ഭാരതമേ ഹി. അജാമളന്മാരെ പോലുള്ള പാപാത്മാക്കൾ ഭാരതത്തിൽ തന്നെയാണ്. സബ്സെ ബഡാ പാപകെ വികാരനെ ജാന. ഏറ്റവും വലിയ പാപമാണ് കാമവികാരത്തിൽ പോകുക. ദേവതായും ജോ സമ്പൂർണ്ണ നിർവികാരി ധേ വഹ് അബ് വികാരി ബനേ. സമ്പൂർണ്ണ നിർവികാരികളായിരുന്ന ദേവതകൾ വികാരികളായി മാറി. ഗോരസെ സാമര്യ ബനേഹി. ആ വെളുത്തവര് കറുത്തവരായി. സബ്സെ ഊഞ്ചാഹി സബ്സെ നേജ് ബനെ. ഏറ്റവും ഉയർന്നവരാണ് ഏറ്റവും താണുപോയത്. ബാബ कहते जब संपूर्ण तमो प्रधान बन जाते तब उनको मैं आकर संपूर्ण सदो प्रधान बनाता हूं. ബാബ പറയാണ് അങ്ങനെ സമ്പൂർണ്ണ തമോ പ്രധാനമാകുമ്പോൾ ഞാൻ വരും, ഞാൻ വന്നിട്ട് സമ്പൂർണ്ണ സദോ പ്രധാനമാകും. ഈ ബൈബിളിൽ ഒരു വാക്കുണ്ട്, മുമ്പന്മാർ ബിംബന്മാരാകും. ബിംബന്മാര് മുമ്പന്മാരായി മാറും. മുമ്പന്മാരായിരുന്നവര് ബിംബന്മാരാണ്. ഈ ബിംബന്മാരായവരായിരിക്കും മുമ്പന്മാര്. നമ്മളൊക്കെ ഇപ്പൊ വളരെ സാധാരണക്കാരും വീണുപോയത്. ബാബ ഉയരും. ഇന്നലെ ബാബ എന്താ പറഞ്ഞത്? ചെറുപ്പമാകാത്തവരാന്ന് പറഞ്ഞു. ഈ ലോകത്ത് ആരാണ് ഏറ്റവും ചെറുപ്പക്കാരെന്ന് പറഞ്ഞു? കൈലാസ് പറഞ്ഞു. വേറെ വികാരങ്ങൾ അല്ലെ, ക്രോധവും കാമവും ഒക്കെ എത്ര വൃദ്ധനായിട്ട് പോകുന്നു. അഭിത്തോ കൊയ്ക്കോ സമ്പൂർണ്ണ നിർവികാരി കകനസകെ. ബാബ പറയാണ് ഇവിടെ ആരെയും സമ്പൂർണ്ണ നിർവികാരി എന്നൊന്നും പറയാൻ പറ്റില്ല. ബഹുത്ത് ഫർക്ക് ഹെ. വളരെ വ്യത്യാസമുണ്ട് അന്നത്തെ ആൾക്കാർ ഇന്നത്തെ ആൾക്കാർ. ബൽ കക്കെ ഏക ജന്മ കുച്ച് അച്ചാഹി. ബാബ പറഞ്ഞു ചിലപ്പോൾ ഈ ജന്മം കുറച്ച് ഭേദമായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കില്ല ഈ ജന്മം ഒരു കുഴപ്പമില്ല. ഇപ്പൊ ബ്രഹ്മബാബയുടെ അന്തിമ ജന്മത്തിൽ ബ്രഹ്മബാബ നല്ല എന്ത് കുഴപ്പം പറയാൻ, ഒരു കുഴപ്പം പറയാനില്ല. ആദ്യത്തെ ജന്മത്വം അജാമൽ ജയ്സാപ്പെട്ട. ബാബ പറഞ്ഞു ഇപ്പോഴത്തെ ജന്മത്തിന് ഭേദമാണെങ്കിലും മുൻ ജന്മത്തില് അവർ താണിട്ടുണ്ടായിരിക്കും. ബാബ कहते मैं पतित दुनिया और पतित शरीर में ही प्रवेश करता हूं जो पूरे 84 जन्म भोग तमो प्रधान बने थे. ബാബ പറയാണ് ഞാൻ ഈ പതിത ലോകത്തിൽ പതിത ദേഹത്തിൽ പ്രവേശിക്കും. പൂർണ്ണമായി 84 ജന്മങ്ങൾ അനുഭവിച്ച് തമോ പ്രധാനമായ ഒരു ദേഹത്തിലായിരിക്കും ഞാൻ വരുന്നത്. ബൽ ഈ സമയം അച്ഛേ ഘർമേ ജന്മഹേ ക്യോങ്കി ഫിർ ഭി ബാബ കരത് ബരന. അപ്പൊ ഈ ജന്മത്തിൽ ബ്രഹ്മബാബയ്ക്ക് നല്ല ജന്മമാണ്. എന്തുകൊണ്ടെന്നാൽ ശിവബാബയുടെ രഥം ആകേണ്ടത് കൊണ്ട് കായദാസ്തുർ ബനാഹുവ. ഡ്രാമ നിയമാനുസൃതം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇസ്ലിയെ സാധാരണ രഥത്തോ പകടാക്കി. അതുകൊണ്ട് ഞാനൊരു സാധാരണ രഥത്തെയാണ് പിടിച്ചത്. യഹ്ബി സമച്ചനേക്ക് പാത്തെ. എന്തുകൊണ്ട് ഞാനൊരു സാധാരണ ശരീരത്തിൽ വന്നു? എന്തുകൊണ്ട് ബ്രഹ്മബാബയുടെ ശരീരത്തെ തന്നെ എടുക്കുന്ന ലൈലാകൃഷ്ണ മനനം ചെയ്യേണ്ട പോയിന്റാണ്, എഴുതേണ്ട പോയിന്റ്. എന്തുകൊണ്ട് ശിവബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ തന്നെ? ആളുകൾ വന്നിട്ട് പറയാണ് ഈ ആളിൽ തന്നെ വരേണ്ട കാര്യം. ഇന്ദിരാമാജി സഹായിക്കാം ലൈലാകൃഷ്ണ ഈ ശരീരത്തിൽ തന്നെ വരേണ്ട കാര്യം. വേറെ സാധാരണക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലെ. ഇതിനേക്കാളും മോശമായ ആൾക്കാർ, അജാമളന്മാരെ പോലെ വളരെ മോശമായ ആൾക്കാർ ആ വീരപ്പിൽ വന്ന ഇതിനെ ബ്രഹ്മബാബയിൽ വന്നത്. അപ്പൊ അതിന് നമുക്ക് സമാധാനം കൊടുക്കും. അപ്പൊ ഇന്ന് ലൈല സിസ്റ്റം ഇന്ദിരാമാജിനും കൂടി ഇതാണ് ചർച്ച, ഇന്നത്തെ ചർച്ച. വേറെ ചർച്ച നടക്കത്തില്ല. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾക്ക് സേവനത്തിന് വളരെ ഉത്സാഹം ഉണ്ടാകണം.
പിന്നെ നാഗരാജയുടെ ഉച്ചയ്ക്ക് വരുമ്പോൾ കൈലാസ് ശിശു ചോദിച്ചാൽ ബൈ ഇങ്ങനെ ഒക്കെ പറഞ്ഞു അതിന് വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കാം. നാഗരാജ് പോയി സഹായിക്കും. ബാബക്കൊത്ത് ദേഖോ കിത്തന ശബ്ദ ബാബയ്ക്ക് എന്തൊരു ഉത്സാഹമാണ്. ബാബ तो पतित पावन के सर्वका അവിനാശി സർജൻ के ബാബ പതിത പാവനനാണ്, എല്ലാവരുടെയും അവിനാശി സർജനാണ്. തുമക്കോ കൈസെ അച്ചി ദവായി ദേത്തെ എങ്ങനെ ബാബ നമുക്ക് നല്ല മരുന്ന് നൽകാൻ. കഹത്തെ ഹി മുझे യാദ് കർണേ സെ തും കബ രോഗി നഹീം ബനേംഗെ ബാബ ഇതാണ് പറയുന്നത്, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും രോഗികളായി മാറില്ല. തുമക്കോ കൊയ് ദവാ നിർബൽ നഹീം കർണേ പടേ ബാബ പറഞ്ഞു നിങ്ങൾക്ക് ഈ മരുന്ന് മന്ത്രത്തിന്റെ ആവശ്യം. ഏക ശ്രീമദ് ഹെ നക്കി കൊയ് ഗുരു കാ മന്ത്ര ആദി ബാബ പറഞ്ഞു ഇത് ശ്രീ മതമാണ്, ഇതൊരു ഗുരുവിന്റെ മന്ത്രമല്ല. ബാബ കാതെ മുझे യാദ് കർണേ സെ തുമാരെ വികർമ്മ വിനാശുക്കോ ബാബ പറയാണ് എന്നെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശം. ഇതൊരു മന്ത്രമല്ല. മന്മനാഭോ 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 വിശ്വായ ജപിച്ചിട്ട് ഒരു കാര്യം. ഇത് ശ്രീ മതമാണ്, എന്നെ നിരന്തരം ഓർമ്മിക്കുക. ഈ ഓർമ്മയിലൂടെ ബാബ പറയുന്നു നമ്മുടെ കർമ്മത്തിന്റെ കണക്കുകൾ രോഗങ്ങളായിട്ടോ പീഡകളായിട്ടോ വേദനകളായിട്ടോ ബാക്കി ബാബ പറഞ്ഞു എന്റെ ഓർമ്മയിലൂടെ കത്തിക്കും. വേറൊരു മാർഗമില്ല. മായാക്ക വിഘ്നം നഹി മായേക്ക ബാബ പറഞ്ഞു പിന്നെ മായയുടെ വിഘ്നങ്ങൾ ഉണ്ടാവില്ല. തും മഹാവീർ കഹലായെങ്കിൽ നിങ്ങളെ മഹാവീരന്മാരെന്ന് വിളിക്കും. സ്കൂൾ മേ റിസൾട്ട് പിച്ചാടിക്കോ ഹി നികൽത്തി സ്കൂളിൽ റിസൾട്ട് അവസാനമേ വരും. ഏകബി അന്തുമേ മാലുപടേ അതേപോലെ ജ്ഞാനമാർഗത്തിൽ നമ്മുടെ റിസൾട്ട് ഇപ്പൊ ബാബ പറയുന്ന കയറിറങ്ങിക്കണം, പക്ഷെ അവസാന സമയത്തായിരിക്കും കറക്റ്റ് റിസൾട്ട്. അതുകൊണ്ട് ബാബ എന്താ പറഞ്ഞത്, ഇനിയും ചാൻസ് മേക്കപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ഇനിയും ചാൻസ്, പക്ഷെ പണിയെടുക്കേണ്ടി വരും. ജബ് ലഡായി ശുരു ഹോത്തി ഹെ തബ് തുമാരി ബി പ്രത്യക്ഷത ഹോത്തി ഹെ യുദ്ധം ആരംഭിക്കുമ്പോഴാണ് നമ്മുടെ പ്രത്യക്ഷത ഉണ്ടാവുന്നത്. ദേഖെങ്കി തും കിത്തനെ നിടർ നിർഭയ ബനഹോ ആളുകൾ മനസ്സിലാക്കും ഈ സാധാരണക്കാർ ഇത്ര നിർഭയരായിരിക്കും. കഴിഞ്ഞതിന് മുമ്പത്തെ വെള്ളപ്പൊക്കത്തില് അമൃതാനന്ദമായി കരഞ്ഞു, സ്നേഹം കൊണ്ടായിരിക്കും, കെട്ടിപ്പിടിച്ച് കരഞ്ഞു, അതായത് പതറിപ്പോയി, ആശ്രമത്തിൽ വരെ വെള്ളം. അപ്പൊ ബാബ പറയാണ് അന്ന് ബ്രാഹ്മണന് കരഞ്ഞു ഇല്ല, നമുക്കറിയാം നത്തിങ് അല്ല, നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലായി ഇത് കൽപ്പകൽപ്പങ്ങളിൽ നടന്ന കാര്യമാണ് അല്ലെ. ഈ കൽപ്പത്തിൽ നമ്മുടെ പാലക്കാട് കൊച്ചി നെടുമ്പാശ്ശേരിയിലൊക്കെ 3/4 ഭാഗം വെള്ളം കയറി, ജനറേറ്റർ കാറൊക്കെ വെള്ളത്തിൽ പോയി, കുറെ കഷ്ടപ്പെട്ടു, ചെളി പഴഞ്ഞു പോയി. എന്റെ സഹോദരിയുടെ ഒക്കെ വീട്ടിൽ വെള്ളം. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവർക്കും വലിയ കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല, ഇവര് ഞാനിതിലൊന്നുമില്ല അല്ലെ. അപ്പോ എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ. പക്ഷെ ബാബ പറയണോ അന്തിമ സമയത്ത് സാധാരണക്കാരായി നമ്മൾ ഇതിനൊക്കെ നേരിടുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇവരുടെ പിന്നിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. ദേഖെങ്കെ തും കിത്തനെ നിടർ നിർഭയ ബനെ ഹോ ബാബ ഭി നിർഭയ ഹെ നാ ബാബ നിർഭയൻ കിത്തനാ ഭി ഹാഹാകർ മച്ച് ജായേ ധൈര്യത സെ സമझाना है कि हमें तो जाना ही है चलो तो हम चले अपनी मंजिल മൗണ്ട് അബു. ബാബ പറഞ്ഞു എത്ര ബഹളങ്ങൾ വരട്ടെ ധൈര്യത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബാബ പറയണു നമുക്ക് പോയേ മതിയാവും. ബാബ പറയണു ലക്ഷ്യം മൗണ്ട് അബുവിലേക്കായി. ബാബ കെ പാസ് ബാബ വിനാശ സമയത്ത് ബാബ എന്താ പറഞ്ഞേ, ലാസ്റ്റ് ഫ്ലൈറ്റ് ഋഷിക്കാരോട് പറഞ്ഞ നിങ്ങൾ പേടിക്കണ്ട, ലാസ്റ്റ് ഫ്ലൈറ്റ് മൗണ്ട് അബുവിലേക്കായി. പക്ഷെ എവരുടെ ആയിരിക്കും ലാസ്റ്റ് ട്രെയിൻ, ലാസ്റ്റ് ബസ്, ലാസ്റ്റ് സ്കൂട്ടർ എല്ലാം ബാബർ മൗണ്ട് അബുവിലേക്ക് എത്തേണ്ടവര്. പക്ഷെ ബാബർ തിരിഞ്ഞു നോക്കും, ഒന്നും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല, നേരെ അങ്ങോട്ടേക്ക് കയറി. അപ്പൊ പിന്നെ പിള്ളേരുടെ കാര്യം, പിന്നെ എന്നാ 2 ബാഗ് കൂടി എടുത്ത് വെച്ചേക്കാം, മൗണ്ട് ബീച്ച് എന്നിട്ട് കുറച്ചാൾ കൂടി നീണ്ടു നിന്നാൽ തിരിച്ചും കൂടി വരേണ്ടവരാണെങ്കിൽ എന്നാ പിന്നെ കുറച്ചുകൂടി എടുത്ത് വെച്ചേക്കാം. അതുകൊണ്ട് അവിടെ കിടന്ന് യാവൂന്ന് പറഞ്ഞു. ഘബരാന നഹിം ഘബരാനെ ഘമരാമേ ബി നാപാസ് ഹോ ജാത്തെ അവർ പേടിക്കരുത്, പേടിച്ചാൽ തോറ്റു. ഇത്തനാ മജബൂത്ത് ബനെ അത്രയും നമ്മൾ ശക്തിശാലിയാകും. പകലെ ആപ്തയും ആയേക്ക് ആദ്യം വരുന്ന ആപത്ത് എന്തായിരിക്കും, ക്ഷാമം പടരുന്നത്, ആഹാര ദാരിദ്ര്യം. ബാഹർസെ അനാജ് ആനഹി വെളിയിൽ നിന്നും ഈ ധാന്യങ്ങളൊന്നും വരത്തില്ല. മാരാമാരി ഹോജായി കാര്യം എല്ലായിടത്തും വെട്ടുകുത്തുമായി പ്രശ്നങ്ങളായി. അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അരിക്ക് 5 രൂപ കിട്ടാൻ പാടാണ്, 10 കിലോ അരി ചിലപ്പോൾ കിട്ടും. അപ്പൊ എത്ര 5000 രൂപ. അപ്പൊ അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ അല്ലെ. അപ്പൊ പൈസ ഇപ്പൊ കയ്യിൽ വെക്കും, പക്ഷെ ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരും. 5000 രൂപയ്ക്ക് ചിലപ്പോൾ 2 കിലോ അരി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സെൻട്രലിൽ 2 കിലോ അരി മേടിച്ചു. സെൻട്രൽ വരുന്നവർക്ക് ആഹാരം കൊടുക്കും. അവർ ഇവിടെ പട്ടിണി എടുത്തിട്ടില്ല, പക്ഷെ പൈസ കൊടുത്താലും പുറത്തുനിന്ന് സാധനം കിട്ടും. അപ്പൊ ഭയപ്പെടാണ്ട് ഇറങ്ങേണ്ടത് സമയവും സന്ദർഭവും നിസ്സാരം. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് പൈസ ചിലപ്പോൾ എടുക്കാൻ പറ്റും, ഒന്നും പറയാം, ഒന്നിനും വിലയുണ്ടാവും. ഗൂഗിളൊന്നും വർക്ക് ചെയ്യില്ല, ബാങ്കിൽ പോകാൻ പറ്റില്ല, എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. അവർ നിങ്ങൾ പേടിക്കണം, ഒന്നും ചിന്തിക്കൊന്നും വേണ്ട, ചിന്തയൊക്കെ ഞാൻ ചെയ്തോളാം. ആ സമയത്ത് ഞാൻ എങ്ങനെയും നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ തയ്യാറായിരിക്കണം എന്തിനും നമ്മുടെ കയ്യിലെടുത്ത് കൊടുക്കാൻ പറ്റും. പണ്ട് ഒരു പിശുക്കൻ തുണി വ്യാപാരി ഉണ്ട്. അത് ആൾക്കാർക്ക് അയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പിശുക്കൻ.
പക്ഷെ ഒരു കപ്പൽ യാത്രയിൽ കപ്പലിൽ വെള്ളം കയറിയപ്പോ ചില കൊച്ചുങ്ങൾക്കൊക്കെ അസുഖമായി, മുങ്ങിയില്ല, അസുഖമായി. അപ്പൊ അവർക്ക് തീ കായം, അല്ലെങ്കിൽ കുട്ടികൾ മരിച്ചു. അപ്പൊ ആ പുള്ളി എന്ത് ചെയ്തു? തീ കത്തിച്ചിട്ട് തന്റെ ഓരോ തുണി അതിനകത്തേക്ക് കത്തിച്ചു. ആ സന്ദർഭം വന്നപ്പോൾ അയാൾ പിശുക്കനല്ല ആക്ച്വലി, അയാൾ പക്ഷേ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് മാത്രം. അത് ജീവിതത്തിൽ ആവശ്യം. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോ എന്ത് തന്റെ കച്ചവടത്തിനുള്ള തുണികളെല്ലാം വിട്ട് കത്തിച്ചു. അതേപോലെ ബാബ പറയാണ്, നമ്മള് യജ്ഞത്തിന് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി ആ സമയത്ത് കൂടുതൽ വർദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് എന്റെ കാര്യം എന്താവുന്ന വിചാരിക്കരുത്. ബാബ പറയാണ്, നിങ്ങൾ നിർഭയരായിരിക്കേണ്ടവരും. ലഡായി കിത്തനെ പഹൽവാൻ ഹോത്തെ ആത്തെ മരണ അവർ മാറണം. ബാബ പറയാണ്, ഈ യുദ്ധത്തിൽ വളരെ യോദ്ധാക്കളാണ് ഇറങ്ങുന്നത്. അവർക്ക് എന്തുവാ? മരിക്കുക, കൊല്ലുക. ഞാനിക്കാ ബി ഡർ നഹി ഹെ, അവർക്ക് ജീവന്റെ പേടിയൊന്നും. ബൽ ഉൻകോ യഹബി ഞാൻ നഹി ഹേക്ക് ശരീരം ചോട് ദൂസര, അല്ലെങ്കിൽ അവർക്ക് ആത്മാവാണെന്നുള്ള അറിവൊന്നുമില്ല, ഞാൻ ശരീരമാണ്, ചത്തുപോട്ടെ എന്നുള്ളതാണ്. ഉൻകോത്തോ സർവീസ് തരണി. ബാബ പറയണം, അവർക്ക് അവരുടെ സേവ ചെയ്യണ്ടേ. ഓ ലോക സിദ്ധാർത്ഥേ ഹെ, ഓ ഗുരുനാനക് കി ജയ്, ഹനുമാൻ കി ജയ്, തുമാരി ശിക്ഷാ ഹെ ശിവ ബാബ കുറിയ. ഈ പട്ടാളക്കാരെന്താ പറയുന്നത്? ഗുരുനാനക് കി ജയ്, ഹനുമാൻ കി ജയ് എന്ന് പറഞ്ഞ് അവരങ്ങ് യുദ്ധത്തിന് ഇറങ്ങാണ്. നമുക്ക് എന്താ ശിക്ഷണ തന്നിരിക്കുന്നത്? ശിവബാബയെ ഓർമ്മിക്കുക. വഹ് നൗകരിത്തോ കർണി ഹി ഹെ അഥവാ ദേശസേവ കർണി ഹി. പട്ടാൾക്കാർക്ക് ബാബ പറഞ്ഞു അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റും, ദേശസേവ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ദേശത്ത് ഒരു യുദ്ധം വരുമ്പോൾ യുദ്ധത്തിന് ഇറങ്ങിയ മതിയാവും, വേറെ ഒരു മാർഗം വരും. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ബാബയുടെ ഓർമ്മയിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, ബാബയുടെ ഓർമ്മയിൽ. അല്ലെങ്കിൽ പട്ടാൾക്കാർക്കെങ്കിലും ചെയ്യണമല്ലോ, ബാബയുടെ കുട്ടികളാണെങ്കിലും. ജൈസെ തും ശിവബാബക്കോ യാദ് കർത്തേ ഹോ ഇസ് പ്രകാർ വൈ ഭി യാദ് നഹി കർ. നമ്മൾ ശിവബാബയെ ഓർമ്മിക്കുന്നത് പോലെ ആരും ശിവബാബയെ ഓർമ്മിക്കുന്നില്ല. ശിവക്ക് ഭക്തത്വ ഡർ ഹി, ശിവ ഭക്തരത്ത് കണ്ടവാനുണ്ട്. പരന്തു തുംകോ ഡയറക്ഷൻ മിൽത്തേ ഹി ശിവബാബ. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്താണ്? ശിവബാബയെ ഓർമ്മിക്കണം. നമ്മൾ വാപ്പിസ് ജാനാഹി ഒരു സ്വർഗമേ പാനാഹി, മടങ്ങി പോകണം, സ്വർഗത്തിലേക്ക് വരണം. അബ് സൂര്യവംശി ചന്ദ്രവംശി ദോനോ ഹി രാജ്യസ്ഥാപൻ ഹോ രഹാ ഹി. സൂര്യവംശത്തിന്റെയും ചന്ദ്രവംശത്തിന്റെയും രണ്ടിന്റെയും രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്. ഏത് ഞാൻ സബ്കോ മിലേക, ഈ അറിവ് എല്ലാവർക്കും ആ സമയാവുമ്പോഴേക്കും ലഭിക്കും. ജോ പ്രജാ ബനനെ ലായക്ക് ഹോഗ ബഹുത്തിനാ ഹി സ്മൃതി. പ്രജയാകാൻ യോഗ്യരായവർ അത്രയും മനസ്സിലാക്കുള്ളൂ. അന്തുമേ തുമാര ബഹു പ്രഭാവനെ മിലേക തബ് തോ കഹേംഗെ അഹോ പ്രഭു മേരി ലീല. അവസാനം ബാബ പറയാണ്, നിങ്ങളുടെ വലിയ പ്രഭാവം ഉണ്ടാകും. അപ്പോൾ പറയും ആൾക്കാർ, പ്രഭു നിന്റെ ലീല. ജാനേങ്കി പ്രഭു ഗുപ്തവേഷമേ ആകും. എല്ലാവരും മനസ്സിലാക്കും, ഗുപ്തവേഷത്തിൽ പ്രഭു വന്നിരുന്നു. കൊയ് കഹേ പരമാത്മാ കാ വാ ആത്മാ കാ സാക്ഷാത്കാർ ഹോ പരന്തു സാക്ഷാത്കാർ സേ കൊയ് ഫായ്ദ നഹീ. പലരും ഇവിടെ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് എന്ന ആത്മാവിനെ പരമാത്മാവിന്റെ സാക്ഷാത്കാരം കിട്ടും. ഓരോ സാക്ഷാത്കാരം കൊണ്ട് ഒരു നേരം സമച്ചോ സിർഫ് ലൈറ്റ് ചിക്കരി ദേഹി പരന്തു സമച്ചെങ്കിൽ കുച്ചിപ്പേ നഹീ എഹ്പാനി. ഒരു പ്രകാശ ബിന്ദുവിനെ കണ്ടു, ഭവിക്കണ ഇത് കണ്ടിട്ട് എന്ത് മനസ്സിലാവാൻ? കിസ്കി ആത്മാഹി വാ പരമാത്മാഹി. ഇത് ആരുടെയും ആത്മാവാണ് അതോ പരമാത്മാവാണ്? വേറെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. ദേവതാവും കെ സാക്ഷാത്കാരമേ ഫിർബി കുച്ച് ഭവക്കാ ഹോത്താ ഹി ഖുശി. എന്നാൽ ഒരു ദേവതയുടെ സാക്ഷാത്കാരം കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ബാബുവിന്റെ സന്തോഷം ഉണ്ടാവും, കുറച്ചും കൂടി അതിന്റെ ഭംഗിയുണ്ട്. യഹം തോ യഹ്ബി നഹീ ജാനത്തെ പരമാത്മാ കാ രൂപ ക്യാ ഹേ ജിതനി പിछाड़ी होती जाएगी तो ബാബ ബുദ്ധി കാ താര. ഇവിടെയാണെങ്കിലോ പരമാത്മാവിന്റെ രൂപം പോലെ ആൾക്കാർ ബാബ പറയണു, കാലം കഴിയുന്തോറും ബാബ ഇതെല്ലാം കൊണ്ടുവരും. സ്വർഗമയം ആന യഹ്ബി സൗഭാഗ്യം. സ്വർഗത്തിലേക്ക് വരിക എന്നുള്ളത് സൗഭാഗ്യമാണ്. സ്വർഗക്കെ സുഖ് അവർ കൊയ് ദേഖന സുഖ്. ബാബ പറയണ സ്വർഗത്തിന്റെ സുഖം വേറെ ആരും കാണുന്നില്ല. സ്വർഗമയം യഥാരാജ തഥാ പ്രജ. സ്വർഗത്തിൽ രാജാവിനെ പോലെ തന്നെ പ്രജകളും സുഖികളാണ്. അപ്പൊ ന്യൂഡൽഹി നാം രഹാഹി പരന്തു ന്യൂ ഭാരത് കപ്പ്. ഇപ്പൊ ന്യൂഡൽഹി എന്നൊക്കെ പേരുണ്ട്. അവർ ഈ ന്യൂ ഭാരതം എന്നായിരുന്നു. ഏതൊക്കെ പുരാന ഭാരത് ഹി നയേ ഭാരതമേ ചെറുപ്പ് ദേവതാ ധർമ്മ. ഇത് പഴയ ഭാരതമാണ്. അപ്പൊ ഡൽഹി പേര് മാറ്റാന്ന് മാത്രമേ അത് പഴയ ഡൽഹി തന്നെയാണ്. ബാബ പറയാണ്, പുതിയ ഭാരതത്തിൽ കേവലം ദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിൽക്കുൽ ധടതി, വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അബദ്ധം ബഹു. ഡൽഹിയിലായിക്കോട്ടെ, ലോകത്ത് എവിടെ ആയിക്കോട്ടെ, എല്ലായിടത്തും കോടിക്കണക്കിന് ആൾക്കാർ. കിത്തന രാത്രി ദിനക്കാപ്പുറം. ആ ഡൽഹിയും ഈ ഡൽഹിയും തമ്മിൽ എത്ര രാപ്പകൽ വ്യത്യാസമാണ്. അഖ്ബാർ മേം സമച്ചാ സക്തി. പേപ്പറിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. തും ന്യൂ ഡൽഹി ന്യൂ ഭാരത് കഹത്തെ ഹോ പരന്തു നവ ഭാരത് ന്യൂ ഡൽഹി ദുനിയാമേ ഹോ. നമ്മൾ പേപ്പറിൽ ഇടണം, നിങ്ങൾ ന്യൂഡൽഹി ന്യൂ ഭാരത് എന്നൊക്കെ പറയുന്നു. പക്ഷെ നവഭാരതവും ന്യൂഡൽഹി എല്ലാം പുതിയ ലോകത്തായിരിക്കും. വഹ്തോ പാരഡൈസ് ഹോഗ സോ തും കൈസെ ബനാ സക്തേ ഹോ. അത് സ്വർഗമാണ്, അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? യഹം തോ അനേക ധർമ്മഹി. ഇവിടെയാണെങ്കിലോ അനേക ധർമ്മങ്ങളാണ്. വഹം ഏക ഹി ധർമ്മഹി. അവിടെയാണെങ്കിലോ ഏകധർമ്മം, അനേക മനുഷ്യർ. തമോ പ്രധാനം, അവിടെ ഏകധർമ്മം, വളരെ കുറച്ച് മനുഷ്യർ. ഇപ്പൊ പറഞ്ഞു, ആ രാജ്യം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? പേരിടാൻ ന്യൂഡൽഹി എന്ന് മാത്രമേ ഉള്ളൂ. ഏക സാരി സമച്ചിനേക്ക് ബാധ. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ
കാണിച്ചു കൊടുക്കാൻ പറ്റും, മനസ്സിലാക്കാനേ പറ്റും. ഹം സബ് മൂലവതൻ സെ ആയേ, നമ്മളെല്ലാവരും മൂലവതനത്തിൽ നിന്ന് വന്നവരാണ്. हम सब आत्माएं ज्योतिर्बिंदु स्टार मिसल है, जैसे स्टार आकाश में खड़े हैं, कोई गिरते भी नहीं है, ऐसे हम आत्माएं ब्रह्मांड में रहते. നമ്മൾ എല്ലാവരും ജ്യോതിർബിന്ദുക്കളാണ്, നമ്മൾ ബ്രഹ്മാകാശത്ത് പ്രകാശിക്കുകയാണ്. ഏതുപോലെ ഈ ആകാശ തത്വത്തിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്നുണ്ട്, അത് വീഴുന്നില്ല. അതേപോലെ ബാബ പറഞ്ഞു ആ ബ്രഹ്മാകാശത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തിൽ എല്ലാ പ്രകാശ ബിന്ദുക്കളും അവിടെ ഇരിക്കുകയാണ്. बच्चों को अब मालूम पड़ा है कि निर्वाण धाम में आत्मा बोल न सके क्योंकि शरीर नहीं है. കുട്ടികൾക്ക് അറിയാം ഈ നിർവാണധാമത്തിൽ, നിർവാണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ബാക്കിയില്ലാത്ത സ്ഥലം. നിർവാണധാമത്തിലെ ആത്മാവ് സംസാരിക്കില്ല. കാര്യം എന്താണ്, അവിടെ ദേഹമില്ല. ദേഹം ഉണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റൂ. തും കഹ് സക്തേ ഹോ ഹം ആത്മായും പരംധാം കി രഹനെ വാലി ഹെ യഹി നഹീ ബാത്, നമ്മൾ ആത്മാക്കൾ പരംധാമ നിവാസികളാണ്. ഇതൊന്നും ഈ ഭാരതത്തിൽ പോലും ആർക്കൊരു പിടിയില്ല. ബാബ പറയണു ഇതൊരു പുതിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു ലോകം, ആത്മലോകമുണ്ട്, അവിടെ നിന്നാണ് നമ്മളൊക്കെ വന്നത്. അത് ആൾക്കാർക്ക് പുതിയൊരു അറിവാണ്. ശാസ്ത്രമേ ലിഖിതിയാഹി ആത്മാ ബുദ്ബുദാഹി, ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്താണ്, ആത്മാവ് ഒരു കുമിളയാണ്. അത് വെള്ളത്തിൽ നിന്ന് കുമിളകൾ ഉണ്ടാവും, അത് പൊട്ടിപ്പോകും. സാഗർമേ സമാജാതി, ഇത് സാഗരത്തിലേക്ക് അങ്ങ് ലയിച്ചു. अब तुम जानते हो पतित पावन बाप सबको लेने के लिए आया है. ഇപ്പൊ നമുക്കറിയാം ഈ അങ്ങനെ ലയിച്ചു പോകുന്ന സാധനമൊന്നുമല്ല ഈ ആത്മാവ്. ഇത് നാശമില്ലാത്ത സാധനം. പതിത പാവനായ ബാബ നമ്മളെല്ലാവരെയും കൊണ്ടുപോകാൻ വന്നു. 5000 വർഷത്തെ ബാദ് ഈ ഭാരത് സ്വർഗമെത്തായി, 5000 വർഷത്തിന് ശേഷം ഈ ഭാരതം സ്വർഗമാകും. ഏക ഞാൻ കിസിക്ക് ബുദ്ധിമേനഹി, ഈ അറിവ് ആരുടെയും ബുദ്ധിയിലില്ല. ബാബാ ഹി ആക്കർ സമച്ചാത്തെ ഹം ഹി രാജ്യ ലേത്തെ ഹം ഹി രാജ്യ ഗംവാത്തെ ഹി, ബാബ തന്നെ വന്ന് മനസ്സിലാക്കി തരികയാണ്. ബ്രഹ്മബാബ പറയാണ് നമ്മൾ തന്നെ രാജ്യം എടുത്തു, നമ്മൾ തന്നെ രാജ്യം നഷ്ടപ്പെടുത്തി. ഇൻകോ നോ എന്ത്, ഇതിന് അവസാനമില്ല. ഈ വരവും പോകും, അല്ലെങ്കിൽ ചക്രം അവസാനമില്ല. ഡ്രാമാസെ കൊയ് ചൂട്ട് രഹിയ സത്ത, ഈ ഡ്രാമയിൽ നിന്ന് ആർക്കും വിട്ടുപോകാനും പറ്റില്ല. ഇതിന് സഹജ ബാത്ത് പരന്തു കിസിക്ക് ബുദ്ധിമേ ടഹർത്തിന്, ഇത് എത്ര എളുപ്പമുള്ള കാര്യം, പക്ഷെ ആരുടെയും ബുദ്ധിയിലിരിക്കുന്നു. अभी आत्मा को अपने 84 जन्मों के चक्र का मालूम पड़ा है, जिससे चक्रवर्ती महाराजा महाराणी बनते ही. ഇപ്പോൾ ആത്മാവിന് തന്റെ 84 ജന്മത്തിന്റെ ചക്രം മനസ്സിലായി. അതിലൂടെയാണ് ചക്രവർത്തി മഹാരാജ മഹാറാണി ആവുന്നത്. ഏഹ സബ് ഖതം ഹോനെ വാല, ഈ ലോകം അവരൊക്കെ നശിക്കുന്നതാണ്. വിനാശ് സാമനെ കടാഹി ഒരു ക്യോം ലോഭ ജാസ്തി കരെ ധനം ഇക്കട്ടാ കർണേക്ക, വിനാശമാണ് മുന്നിൽ നിൽക്കുന്നത്, പിന്നെ എന്തിനാ ഈ ധനം കൂട്ടി വയ്ക്കുന്നത്, അവർ എന്തിനാണ് ഈ ലോഭം കൂടുതൽ. സർവീസബിൾ ബച്ചാഹിയത്തോ യജ്ഞസേ പലഹോ, സർവീസബിൾ ആയ കുട്ടികളോട് ബാബ പറയാണ് നിങ്ങളെ യജ്ഞം പാലിച്ചോളൂ, നിങ്ങളുടെ കാര്യങ്ങൾ യജ്ഞം നോക്കിക്കോളൂ. സർവീസ് നഹീം കർത്തേത്തോ ഊഞ്ച് പദവി നഹീം, സേവ ചെയ്തില്ലെങ്കിൽ ഉയർന്ന പദവി കിട്ടത്തില്ല. ബാബാസെ പൂച്ച് സക്തേ ഹോ ഹം ഇതനി സർവീസ് കർത്തേ ഹെ ജോ ഊഞ്ച് പദപായി, ബാബയോട് ചോദിച്ചാൽ ബാബ പറഞ്ഞു തരും. ബാബ ഉയർന്ന പദവി നേടേണ്ട സേവയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ ബാബ. ബാബ കാദേത്തെ ആസാർ ഐസെ ദിഗായി ദേത്തെ ഹെ ജോ തും പ്രജാമേ ചലേ, ബാബ പറയാണ് ലക്ഷണം കണ്ടിട്ട് നീ പ്രജയിലേക്ക് പോകാൻ മാട്ടാ, അതായത് അത്ര സേവ ചെയ്തിട്ടില്ല. നമുക്ക് സ്വയം തോന്നും അടുത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവും, അതൊരു വാർഡ് മെമ്പർ, ലൈല സെഷൻ തോന്നുന്നു ഞാൻ സത്യത്തിൽ എന്താവും, കുറച്ചൊക്കെ നമുക്ക് കാൽക്കുലേഷൻ വേണം. നാഗരാജ് പോയി നമ്മുടെ ജ്ഞാനം, യോഗം, ധാരണ, സേവ, 4 വിഷയം. എന്നിട്ട് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കാം, അവിടെ എന്താവും. എത്ര പേർക്ക് സന്ദേശം കൊടുത്തു, എത്ര പേര് ഭാവിയിൽ കൊണ്ടുവന്നു, എത്ര പേര് ഞാൻ കാരണം ഭാവി വിട്ടു പോയി, അല്ലെ, പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. എത്ര ഞാൻ സേവത്തിൽ സഹയോഗം കൊടുത്തു, എത്ര സേവനത്തെ ഞാൻ തടസ്സം ഉണ്ടാക്കി, അവരെല്ലാം തന്നെ കണക്ക് വളരെ പുള്ളി വിടാതെ. അപ്പൊ എന്ത് പറയുന്നില്ല ലൈലാസ്, അവിടെയും കിച്ചണിൽ തന്നെ ആയിരിക്കും. ഇവിടെ കിച്ചൺ സേവ നന്നായിട്ട് ചെയ്താൽ അവിടെ രാജകുമാരിയായിട്ട് മാറാം, പക്ഷെ വേറെ പണികൾ ചെയ്യണ്ടേ. അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണ് ബാബ എന്റെ ഇപ്പോഴത്തെ സേവ അനുസരിച്ച് എന്റെ പദ്ധതി ലക്ഷണം കണ്ടിട്ട് പ്രജയാണ്. യഹാഹിമാരും പഠിച്ചാത്ത അവർ ഇവിടെ തന്നെ അറിയാം. छोटे छोटे बच्चों को भी सिखलाकर इतना होशियार बनाना चाहिए जो प्रदर्शनी में सर्विस करते हैं. ബാബയ്ക്ക് എപ്പോഴും ലഹരി എന്താ, പ്രദർശനി വെച്ച് പറഞ്ഞു കൊച്ചു കുട്ടികൾ ബാബ പറഞ്ഞു പഠിപ്പിക്കണം, എന്നിട്ട് അവരെ സമർത്ഥരാക്കിയിട്ട് പ്രദർശനി സേവയ്ക്ക് അയക്കണം. അപ്പോഴേ പ്രത്യക്ഷത ഉണ്ടാകും. अच्छा मीठे मीठे सिखलते बच्चों प्रति माता पिता बाप दादा का याद प्यार मॉर्निंग, रूहानी बाप की, रूहानी बच्चों को नमस्ते, रूहानी बच्चों की, रूहानी बाप दादा को याद प्यार, गुड मॉर्निंग, नमस्ते. धारणा के लिए मुख्य साथ, धारणा के लिए प्रधान बाप समान निर्भय निडर बने.
ബാബയ്ക്ക് സമാനം നിർഭയനും നെടുറുമാണ്. ഒത്തിരി പരാജയമാണ് ഗണേഷ് പറഞ്ഞു. ഇപ്പോഴും ഈ സമയത്ത് ബായിയെ വിളിച്ചാൽ കിട്ടില്ല എന്ന ആൾക്കാർക്ക് ബോധ്യമായിട്ടില്ല. പരാജയമാണ്, നമ്മുടെ പരാജയം അത്. ഈ സമയത്ത് ഗണേഷ് ബായിയെ വിളിച്ചാൽ, പണ്ടൊരു മുസൽമാന്റെ കാലിൽ വലിയൊരു മുള്ളു തറച്ച് ഊരിയെടുക്കണം, പക്ഷെ അത് അത്രയും തറച്ചിരിക്കുക. അപ്പൊ ഒരാൾ പറഞ്ഞു അയാൾ നിസ്കരിക്കുന്ന സമയത്ത് അത് ഊരിയെടുക്കാൻ പറ്റും. ആ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഫുൾ അവിടെ തന്നെ. ബ്രഹ്മബാബ ലൗകികത്തിലും ബ്രഹ്മബാബയെ രാവിലെ കാണാൻ പറ്റില്ല. അപ്പൊ ബാബ ആൾക്കാർക്ക് അറിയാം ആ സമയത്ത് ബാബ പൂജയും ഗീതാ പഠനവും. അത് കഴിയാണ്ട് ബാബ കിട്ടത്തില്ല. എന്ത് ബിസിനസ് വന്നാലും പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ധാരണകൾ ഉണ്ടാക്കിയത്. ഈ മുരളി കഴിയാണ്ട് നമ്മളെ വിളിച്ചാൽ അതിനെന്താ വേണ്ടെന്നറിയാമോ? എടുക്കരുത്, കുറച്ച് ദിവസം എടുക്കരുത്. അപ്പൊ പിന്നെ പറയുമ്പോൾ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിച്ചിട്ട് പറയണ്ട മുരളി സമയത്ത് അപ്പൊ അത് നമ്മുടെ ഒരു വിജയമാണ്, അത് നമ്മുടെ പരാജയം. ബാബ പറയാണ്, ബാബയെ പോലെ നിർഭയരായിട്ട് മാറും, ധൈര്യമായിട്ട് പ്രവർത്തികൾ ചെയ്യണം, പരിഭ്രമിക്കരുത്. വിനാശ് സാമനെ ഹേ ഇസ്ലിയെ ജാസ്തി ധനം ഇക്കട്ടാ കർണേക്കാൾ ലോഭ നഹി. വിനാശം മുന്നിലുണ്ട്, അതുകൊണ്ട് കൂടുതൽ ധനം കൂട്ടിവെക്കാനുള്ള ലോഭം ഉണ്ടാകും. കൂടുതൽ ധനം, ആവശ്യത്തിന് ധനം വേണം, അതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ ധനം കൂട്ടിവെക്കാനുള്ള ലോഭം ഉണ്ടാകും. പൂഞ്ചപത് കേലിയെ ഈശ്വരീയ സേവാക്കർ കമായി ജമ. ഈ ധനം സമ്പാദിക്കുന്നതിന് പകരം ഉയർന്ന പദവി നേടുന്നതിന് ചെയ്യണം ഈശ്വരീയ സേവനം ചെയ്ത് ആ സമ്പാദ്യം നമ്മൾ. ആ ധനവും വേണ്ട, ഈ ധനവും വേണ്ട, അപ്പൊ അലസരായിപ്പോ. ഇന്നത്തെ ഭാരതം. സർവ് ഖജാനെ ജമാക്കർ റുഹാനി പക്പൂർമേ രഹനെ വാലെ ബേഫിക്കർ ബാദ്ഷാ. സകല ഖജനാവുകളും സമ്പാദിച്ച് ആത്മീയ ലഹരിയിൽ കഴിയുന്ന ചിന്തയില്ലാത്ത സാമ്രാട്ടായി ഭവിക്കും. സകല ഖജനാവുകളും സമ്പാദിച്ച് ആത്മീയ ലഹരിയിൽ കഴിയുന്ന ചിന്ത ഇല്ലാത്ത സാമ്രാട്ടായി ഭവിക്കും. സകല ഖജനാവുകളും സമ്പാദിച്ച് ആത്മീയ ലഹരിയിൽ കഴിയുന്ന ചിന്തയില്ലാത്ത സമ്രാട്ട്, ചക്രവർത്തിയായി ഭവിക്കും. ബാബ്ദാദ ദ്വാര സബ് ബച്ചോംകോ അഖൂട്ട് ഖജാനെ കിട്ടി. ബാബ്ദാദയിലൂടെ എല്ലാ കുട്ടികൾക്കും അളവറ്റ സമ്പത്ത് കിട്ടി. ബാബ്ദാദയിലൂടെ എല്ലാ കുട്ടികൾക്കും അളവറ്റ സമ്പത്ത് കിട്ടി. जिसने अपने पास जितने खजाने जमा किया है उतना उनकी चलन और चेहरे में बहुरुहानी नशा दिखाई देता. ആരെ തന്റെ അടുത്ത് ഈ ഖജനാവ് ശേഖരിച്ചിട്ടുണ്ട് അത്രയും അവരുടെ പെരുമാറ്റത്തിലും മുഖത്തിലും ഈ ആത്മീയ ലഹരി കാണും. ആര് എത്രമാത്രം ഈ ഖജനാവ് ശേഖരിച്ചു വച്ചിട്ടുണ്ട് അത്രയും അവരുടെ പെരുമാറ്റത്തിലും മുഖത്തിലും ഈ ആത്മീയ ലഹരി കാണും. ജമാ കർണേക്ക റുഹാനി ഫഖ്ർ അനുഭവ ഹോത്താ. ആ സമ്പാദിച്ചതിന്റെ ആത്മീയ ലഹരി, ഉത്സാഹം കാണും, ആത്മീയ ഉത്സാഹം കാണപ്പെടും. जिसे जितना रूहानी फख्र रखता है उतना उनके हर कर्म में बादशाही की झलक दिखाई देती. ആര് എത്രമാത്രം ആത്മീയ ഉത്സാഹത്തിലാണ്, ആര് എത്രമാത്രം ആത്മീയ ഉത്സാഹത്തിലാണ് അത്രയും അവരുടെ ഓരോ കർമ്മത്തിലും ആ ചിന്തയില്ലാത്ത ചക്രവർത്തിയുടെ ആ വെളിച്ചം കാണും. ആര് എത്രമാത്രം ആത്മീയ ഉത്സാഹത്തിലാണ് അത്രയും അവരുടെ ഓരോ കർമ്മത്തിലും ബാബ പറയാണ് ചിന്തയില്ലാത്ത ചക്രവർത്തി എന്നുള്ള ആ ഒരു വെളിച്ചം കാണും. ക്യോങ്കി ജഹാം ഫഖ്റുഹി വഹഫിഖ്നഹി വസത. എന്തുകൊണ്ടെന്നാൽ എവിടെ ഉത്സാഹമുണ്ട് അവിടെ ചിന്താകുലത, വ്യാകുലത ഉണ്ടാവില്ല. എവിടെ ഉത്സാഹമുണ്ട് അവിടെ വ്യാകുലത ഉണ്ടാവില്ല. ജോ ജയ് ഐസെ ബേഫിഖ് ബാദ്ഷാഹി സദാ പ്രസരിച്ചു. ഇപ്രകാരം സദാ ചിന്തയില്ലാത്ത ചക്രവർത്തികളായവര് സദാ പ്രസന്ന ചിത്തരായി. സ്ലോഗൻ ज्ञानी तो आत्मा वह है जो ज्ञान डांस के साथ संस्कार में उनके डांस जानता. ആരാണ് ജ്ഞാനി? പറഞ്ഞു ജ്ഞാന ഡാൻസിനോടൊപ്പം സംസ്കാര മിലനത്തിന്റെ ഡാൻസ് കുറിച്ച്. വൈവിധ്യമാർന്ന സംസ്കാരമുള്ള ആ സംസ്കാരമുള്ളവരുമായിട്ടും കൂടി ഡാൻസ് ചെയ്യാൻ പറ്റും. ജ്ഞാന ഡാൻസ് കൊണ്ട് മാത്രമല്ല, പരിവാരമായിട്ടും ഡാൻസ് ചെയ്യാം. അപ്പൊ ഇന്ന് ബാബി ഇതാണ് പഠിപ്പിച്ചത്. മധുരമായ കുട്ടികളെ ജ്ഞാനത്തിന്റെ ഗുഹ്യമായ കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വിശാല ബുദ്ധികളായി മാറി വളരെ യുക്തിയോടുകൂടി മനസ്സിലാക്കി കൊടുക്കണം. പറയാറുണ്ട് പാമ്പ് ചാവണം പടികൊടുത്ത്.
വിനാശ സമയത്തില്ലെങ്കിൽ ആ കൂട്ടക്കരച്ചിലിന്റെ സമയത്ത് പ്രധാനമായും വേണ്ട ഗുണം ഇതാണ്, ധൈര്യം. ആ സമയത്തായിരിക്കും നമ്മുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ധൈര്യമുള്ളവർ ജയിക്കും, ഭയമുള്ളവർ തോറ്റുപോകും. അവസാനം കുട്ടികളുടെ പ്രഭാവം ഉണ്ടാകും. അന്ന് ആളുകൾ പാടും പ്രഭു നിന്റെ ലീല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും വേഷത്തിൽ ഈശ്വരൻ കൊമ്പില്ല. ഏറ്റവും വലിയ ഭാഗ്യം ഏതാന്ന് വെച്ചാൽ ദുഃഖമില്ലാത്ത ഒരു ലോകത്ത് പോയി ജന്മം എടുക്കുക. ബ്രഹ്മലോകത്ത് ദുഃഖമില്ല, അവിടെ സുഖമില്ല. പിന്നെ അവിടെ എന്താ ഒരു ന്യൂട്രൽ അവസ്ഥ, കിടന്നുറങ്ങുന്ന അവസ്ഥ. കിടന്നുറങ്ങുമ്പോ മോദിയും വ്യത്യാസമില്ല, മോദി ആഭ്യന്തരമന്ത്രിക്കും വ്യത്യാസമില്ല, ഡ്രൈവർക്കും വ്യത്യാസമില്ല, പാചകക്കാരനും വ്യത്യാസമില്ല, ആർക്കും വ്യത്യാസം. ഉണർന്നു കഴിയുമ്പോൾ ഞാൻ മോദി, ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, ഞാൻ പ്രസിഡന്റ്, വ്യത്യാസം. പറഞ്ഞു കർമ്മക്ഷേത്രത്തിലാണ് മഹാനത. ആ കർമ്മക്ഷേത്രത്തിൽ ഒരു ദുഃഖമില്ലാത്ത ലോകത്തിൽ ജീവിക്കാൻ പറ്റും. അത് ഗാന്ധിക്ക് സാധിച്ചില്ല, ബുദ്ധന് സാധിച്ചില്ല, ക്രിസ്തുവിനെ സാധിച്ചില്ല, നേതാക്കന്മാർക്കും അഭിനേതാക്കന്മാർക്ക് ആർക്കും സാധിച്ചില്ല. പക്ഷെ ബാബയുടെ കുട്ടികളാണ്. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഭാഗ്യശാലിയും ഈശ്വരനെ മനസ്സിലാക്കിയത്. അപ്പൊ ബാബ പറഞ്ഞു അങ്ങനെ ഒരു ലോകം. പിന്നെ ബാബ എന്താ പറഞ്ഞ പ്രദർശനങ്ങളിൽ നന്നായിട്ട് അങ്ങനെ സമർത്ഥരായ കൊച്ചു കൊച്ചു കുട്ടികളാണ്. അതിനാരും പരിധികൾ വയ്ക്കും. ബാബ പറയുന്നത് സ്വാർത്ഥത പാടില്ല, അല്ലെ? ആ സേവയ്ക്ക് നമ്മളെല്ലാവരും വിശാല ബുദ്ധികളായിട്ട് സഹായിക്കും. ശ്രീകൃഷ്ണൻ ഭഗവാനല്ല. എല്ലാവരും പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇത്രയും നാൾ നമ്മൾ അവനെ വിചാരിച്ചു. ഇപ്പൊ നമുക്ക് മനസ്സിലായി ശിവ ഭഗവാൻ. ശ്രീകൃഷ്ണൻ സ്വദർശന ചക്രധാരിയുമല്ല, വിഷ്ണുവും ചക്രധാരിയും. ഇവരാരും ചക്രം കറക്കി ആരെയും കൊന്നിട്ടുമില്ല, അവർക്ക് ഈ അറിവുമില്ല. ബാബ പറയണു ഇത് പക്ഷെ യുക്തിയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ പ്രശ്നമില്ല. അപ്പൊ ആ യുക്തി നമ്മൾ പഠിക്കണം. എന്നിട്ട് ബാബ പറഞ്ഞു യുക്തിയോടുകൂടി നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു സമയത്ത് മാത്രമാണ് ബാബ ഇടപെടുന്നത്. അത് ലോകം ഏറ്റവും പതിതമായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പതിതമായതും അധപതിച്ചു പോയതും ദേവതാത്മാക്കളാണ്. ഈ അധപതിച്ചു പോയ ആത്മാക്കളെ അല്ലെങ്കിൽ തമോപ്രധാനമായ ആത്മാക്കളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ബാബ വരുന്നത്. അതും വരുന്നത് പതിതമായ ശരീരത്തിലായി. ഒരു സാധാരണ ശരീരത്തിൽ ഞാൻ വരുമെന്നാണ് കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഈ ശരീരം എടുത്തു അത് കുട്ടികൾക്ക് അറിയാം. ഇത് ശ്രീകൃഷ്ണന്റെ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായ കൃഷ്ണന്റെ ഏറ്റവും അവസാന 84ാമത്തെ ജന്മമാണ്. ആ ജന്മത്തിൽ വന്നിട്ടാണ് ഞാൻ പഠിപ്പിച്ച് ഈ താണു പോയവരെ ഉയർത്തുന്നത്. അന്ന് ഞാൻ കൊടുത്ത അറിവാണ് യഥാർത്ഥത്തിൽ ഗീത. ഈ ഗീതയുടെ രഹസ്യവും കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ലോകം മുഴുവൻ പറയുന്നത് ശ്രീകൃഷ്ണൻ അർജുനന്റെ ഉപദേശം, പക്ഷെ നമുക്കറിയാം അങ്ങനൊരു ഉപദേശം നടന്നിട്ടേയില്ല. കൽപ്പാവസാന സമയത്ത് പതിതരെ പാവനമാക്കാൻ വേണ്ടി പതിത പാവനനായ ഭഗവാൻ കൊടുത്ത അറിവാണ് ഇത്. പ്രത്യക്ഷമാകണമെങ്കിൽ ബാബ പറഞ്ഞു വിനാശോട് നടക്കും. വിനാശത്തിൽ മാത്രമേ സ്ഥാപനയുടെ പ്രത്യക്ഷം ഉണ്ടാകൂ. ആ വിനാശ സമയത്ത് എല്ലായിടത്തും അയ്യോ അയ്യോ എന്നല്ല തന്നെ പറഞ്ഞു. ക്ഷാമം പടരും, വെട്ടും കുത്തുമായിരിക്കും, എല്ലാവരും യുദ്ധത്തിലായി. ആ സമയത്ത് നമ്മൾ വളരെ നിർഭയരായി. അപ്പൊ ബാബ നമ്മളെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചു. ക്ഷാമമൊക്കെ വളരെയധികം പടരും. അവർ ഒന്നും ഭയപ്പെടും. ഭയന്നാൽ തോറ്റുപോകും. എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ തോറ്റുപോകും. ബാബ പറഞ്ഞ് പരിഭ്രമിക്കാതിരിക്കുകയാണെങ്കിൽ ബാബ നമ്മളെ ജയിപ്പിക്കും. നമ്മുടെ ജയം അല്പകൽപ്പവും നടന്ന കാര്യമാണ്. ഈ ഒരു സമയത്ത് ബാബ പറഞ്ഞ അതുകൊണ്ട് നിർഭയരാകാൻ പഠിക്കും. ധൈര്യത്തോടു കൂടി തന്നെ നമ്മൾ പ്രവർത്തിക്കും. വിനാശം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് സ്ഥൂലമായ ധനം, നശിച്ചു പോകുന്ന ധനത്തിന് അമിതമായ ലോകം വെച്ച് അതിന്റെ പിറകെ പോകാതെ ബാബ പറയണം അത് വേണം, പക്ഷെ അത് ആവശ്യത്തിന് മതി. ബാക്കി സമയം മുഴുവൻ എന്ത് ചെയ്യണം? ബാബ പറഞ്ഞു സേവ ചെയ്യണം. സേവയിൽ പ്രധാനം എന്താണ്? ജ്ഞാനദാനം തന്നെയാണ് പ്രധാന സേവ. അത് നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പ്രദർശനങ്ങൾ വയ്ക്കുകയും ബാക്കി കർമ്മ സേവയൊക്കെയാണ്. ബാബ പറഞ്ഞു വേട്ടുകേലിയും തോറൊട്ടിക്കെല്ലാം സമ്പാദിച്ചു വെച്ചേക്കും, അല്ലെ? നമുക്ക് ജീവിക്കാൻ വേണ്ടി സമ്പത്ത് നമുക്ക് ആവശ്യം വേണം, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞിട്ടുണ്ട് വരും. ബാക്കി ബാബ പറഞ്ഞു സേവ ചെയ്ത് ഭാഗ്യം. ഈ സമയത്ത് ബാബയുടെ ഒരു കുട്ടി ചോദിക്കുകയാണ് ബാബ എന്റെ സേവ അനുസരിച്ച് എന്റെ പദവി എന്തായിരിക്കും? അപ്പൊ ബാബ പറയാണ് എല്ലാവരോടും ഇല്ലല്ലോ, എന്റെ പദവി ഞാൻ ലക്ഷണം നോക്കിയിട്ട് കാണുന്നത് പ്രജയായിട്ടാണ്. അപ്പൊ അവിടെ സൂചിപ്പിക്കുകയാണ് പറയുന്നത് സേവ നമ്മൾ ചെയ്യണം. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ബാബയിൽ നിന്ന് ജ്ഞാനത്തിന്റെയും ഗുണത്തിന്റെയും ശക്തികളുടെയും ഖജനാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഖജനാവ് എപ്പോഴും ബാബ എന്താ പറയുന്നത്? അത് ഉപയോഗിച്ച് നമ്മൾ വലുതാക്കി റിഫൈൻ ഉണ്ടാക്കി പോളിഷ് ചെയ്ത് നമ്മൾ, അപ്പൊ അത് നമ്മുടെ യഥാർത്ഥ സ്വത്തായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അതിന്റെ ഒരു ഉത്സാഹം നമുക്കുണ്ടാകും. ഉത്സാഹമുള്ളിടത്ത് ബാബ പറഞ്ഞു വ്യാകുലത ഉണ്ടാവില്ല, അവർ സദാ പ്രസംഗിച്ചു. ശ്ലോകനിൽ ബാബ എന്താ പറഞ്ഞ്? ജ്ഞാനി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജ്ഞാനിയായിട്ട് കാര്യം. ബാബ പറയണു ജ്ഞാനത്തിന്റെ ലഹരിയോടൊപ്പം തന്നെ ബ്രാഹ്മണ പരിവാരം വൈവിധ്യമാർന്ന സംസ്കാരമുള്ള മനുഷ്യരാണ്. അവരുമായിട്ട് കൂടി ഒന്നിച്ചു പോകാനായിട്ട്. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബയോ.
Mm.